ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله وسلم على سيدنا محمد وعلى آله وأصحابه البررة الكرام. اللهم صل وسلم وبارك على رسولك سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن. لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, കാരണവന്മാരെ, മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു ശ്രേഷ്ഠമായ ഈ സമയത്ത് നോമ്പുകാരായി അല്ലാഹുവിൻ്റെ ഭവനത്തിൽ മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന അനുഗ്രഹീതമായ സദസ്സിൽ നാം ഒത്തുകൂടിയത് നാളെ സ്വർഗത്തിലേക്കുള്ള ഒരു എളുപ്പവഴിയും നരകത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ രക്ഷയുടെ മാർഗവുമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നാം ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു നമുക്ക് നിറവേറ്റി തരട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ശാരീരികവും മാനസികവും കുടുംബപരവുമായ പലതരത്തിലുള്ള വേദനയോടുകൂടെയാണ് നമ്മളൊക്കെ ഈ സദസ്സിൽ പങ്കെടുക്കുന്നത്. അള്ളാഹു ആ വേദനകൾക്കും വിഷമങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഈ പുണ്യമായ റമദാനിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു പരിഹാരം തന്ന് അനുഗ്രഹിക്കട്ടെ. നരകത്തിൻ്റെ ചൂടും തണുപ്പും എന്നതാണ് ഇന്നത്തെ വിഷയം. അള്ളാഹു നരകം എന്ന ഭയാനകമായ ശിക്ഷയുടെ കേന്ദ്രത്തിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. കഠിനമായ ചൂടിൻ്റെ, താപത്തിൻ്റെ, ഉഷ്ണത്തിൻ്റെ, ശിക്ഷയുടെ ഭയാനകതയാണ് നരകം എന്ന് നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. നരകത്തിൻ്റെ കഠിനമായ ചൂടിനെക്കുറിച്ച് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. നരകത്തിന് ഏറ്റവും കഠിനമായ കടുകടുത്ത തണുപ്പും നരകത്തിനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ പറയാം. മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞു: ഔഖദ അലന്നാരി അൽഫസന ഹത്താ ഇഹ്മറത്. നരകം 1000 കൊല്ലം അതിശക്തമായി കത്തിച്ചു. നരകം കത്തിച്ച് കത്തിച്ച് നരകം കത്തിപ്പഴുത്ത് അത് ചുമന്ന നിറമായി മാറി. സുമ്മ ഔഖദ അലൈഹ അൽഫസനത്തിൻ, പിന്നെയും 1000 കൊല്ലം നരകത്തെ കത്തിച്ചു. ഹത്തബിയല്ലത്, അത് പിന്നെ വെളുത്ത നിറമായി മാറി. സുമ്മ ഔഖദ അലൈഹ അൽഫസന ഹത്ത സുവദ്ദത്, പിന്നെയും 1000 കൊല്ലം കത്തിച്ചു. അപ്പോൾ അത് കറുകറുത്തുപോയി എന്ന് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകം ഫഹിയ സൗദാഉൻ കല്ലൈലിൽ മുദ്ലിം, ഏറ്റവും കടുകടുത്ത ഇരുട്ടുള്ള രാത്രിയെ പോലെ, കൂരിരുട്ടുള്ളത് പോലെയാണ് നരകം. കറുത്ത തീയാണ് നരകത്തിലെ തീ. നരകം കത്തിച്ചു 3000 കൊല്ലം. 1000 കൊല്ലം കത്തിച്ചപ്പോൾ അത് ചുമന്ന് കത്തിപ്പഴുത്തു നിന്നു. പിന്നെയും 1000 കൊല്ലം കത്തിച്ചപ്പോൾ
ആ ചുമപ്പ് പോയി അത് വെളുത്ത നിറമായി മാറി. പിന്നെയും 1000 കൊല്ലം കത്തിച്ചപ്പോൾ നരകം കറുകറുത്തുപോയി. നരകത്തിലെ തീ കറുകറുത്ത തീയാണ്. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട യസീദ് ഇബ്നു മർസദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ കരയാത്ത നേരമുണ്ടായിരുന്നില്ല. അന്നഹു കാന ലാ തൻഖതിഉ ദുമൂഅ ഐനിഹി, എപ്പോഴും കണ്ണിൽ നിന്ന് കണ്ണുനീരാണ്. ആര് കണ്ടാലും എപ്പോഴും കരയുകയാണ്. വലാ യസാലു ബാക്കിയ, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഫസുഇലാൻ ദാലിക് ഫഖാല ലൗ അന്നല്ലാഹ ഔഅദനി, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിൽ ബിഅന്നി ലൗ അദ്നബതു ദംബൻ ലഹബസനി ഫിൽ ഹമാമി അബദാ, ഞാനൊരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ, ഒരു കുറ്റം ചെയ്തതിന്റെ പേരിൽ കാലാകാലം എന്നെ കക്കൂസിലിട്ട് അടച്ചു കളയുകയാണ് റബ്ബ് എനിക്ക് തരുന്ന ശിക്ഷയെങ്കിൽ, ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ, പടച്ച റബ്ബിനെതിരെ ഈ ഭൂമിയിൽ ധിക്കാരം ചെയ്തതിന്റെ പേരിൽ അള്ളാഹു നൽകുന്ന ശിക്ഷ കാലാകാലം ഒരു കക്കൂസിൽ നിന്നെ ഇട്ട് അടച്ചു കളയുകയാണ് എന്നതാണ് റബ്ബിന്റെ ശിക്ഷയെങ്കിൽ, എന്നാലും ലക്കാന ഹഖ്ഖൻ അലയ്യ അല്ലാ തൻഖതിഅ ദുമൂഇ, ആ ശിക്ഷയെ പേടിച്ച് ഞാൻ ധാരാളം കരഞ്ഞുകൊണ്ടേയിരിക്കണ്ടേ? ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുമോ അത്? കാലാകാലം ദുർഗന്ധം വമിക്കുന്ന ഒരു കക്കൂസിലിട്ട് പൂട്ടിക്കളഞ്ഞാൽ അവിടെ തന്നെ 24 മണിക്കൂർ കാലാകാലം കഴിയണമെന്ന് റബ്ബ് തീരുമാനിച്ച് അടച്ചു പൂട്ടിക്കളഞ്ഞാൽ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്ന ശിക്ഷയാണോ അത്? ഞാൻ തെറ്റ് ചെയ്തതിന് ആ ശിക്ഷയാണെങ്കിൽ പോലും ഞാൻ കരയണ്ടേ? പക്ഷേ അതല്ലല്ലോ അള്ളാഹു നൽകിയ ശിക്ഷ. പടച്ച റബ്ബ് വാഗ്ദാനം ചെയ്ത ശിക്ഷ. ഫകൈഫ വഖദ് ഔഅദനി അൻ യുഹ്ബിസനി ഫീ നാരിൻ ഖദ് ഔഖദ അലൈഹാ 3000 സന, 3000 കൊല്ലം അതിഭയാനകമായി കത്തിച്ചൂടാക്കി ഭയാനകമായ നരകമല്ലേ കാലാകാലം ശിക്ഷയായി പാപങ്ങൾക്ക് പടച്ച റബ്ബ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയത്? പിന്നെ കരയണ്ടേ? പിന്നെ എങ്ങനെയാ കണ്ണുനീര് വറ്റുക? ആ 3000 കൊല്ലം കത്തിച്ചൂടാക്കിയ നരകത്തെ ഓർക്കുകയാണ് ഞാൻ എപ്പോഴും. ഞാൻ ചെയ്ത പാപങ്ങളെ ഓർക്കുമ്പോ, ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ ഓർക്കുമ്പോ ആ നരകമല്ലേ റബ്ബെനിക്ക് തരാൻ പോകുന്നത്. അതുകൊണ്ടാണ് എന്റെ കണ്ണുനീര് വറ്റാത്തത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ യസീദ് ഇബ്നു മർസദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഒരു വലിയ പാപം ചെയ്ത കാരണത്താലല്ല, വലിയ തെറ്റ് ചെയ്തു എന്ന കാരണത്താലല്ല, ചെറിയ അബദ്ധങ്ങൾ, ചെറിയ കുറ്റങ്ങൾ സംഭവിച്ചതിന്റെ പേരിൽ പോലും നരകമെന്ന ഭയാനകമായ ശിക്ഷയുടെ കേന്ദ്രത്തെ അത്രയേറെ ഭയപ്പെട്ടുപോയി, പേടിച്ചുപോയി മഹാന്മാർ. ഒരു കുട്ടി, ഒരു കുഞ്ഞ് ഒരു നദിക്കരയിൽ നിന്ന്, ഒരു പുഴക്കരയിൽ നിന്ന് വുളൂ ചെയ്തതിന് ശേഷം വളരെ വേദനയോടുകൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവഴി നടന്നു വന്ന ഒരു പ്രായമുള്ള ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ചോദിച്ചു, എന്താണ് മോനെ? പൊന്നുമോനെ, നീ എന്തിനാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, മഹാനവറുകളെ, എന്റെ പൊന്നുപ്പ, എന്റെ വല്ലിപ്പ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസ് വൽ ഹിജാറ. പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്തോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും നരകത്തെ തൊട്ട് കാത്തു സംരക്ഷിക്കണേ. വഖൂദുഹ അന്നാസ് വൽ ഹിജാറ, നരകത്തിലേക്കുള്ള വിറക് മനുഷ്യരും കല്ലുകളുമാണ്. കത്തിപ്പഴുപ്പിക്കാനുള്ള കല്ലുകളും മനുഷ്യരുമാണ് നരകത്തിന്റെ ഇന്ധനം, നരകത്തിലെ വിറക്. മുഅ്മിനീങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെ, മക്കളെ, ഭാര്യയെ, എല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കണം. നരകത്തിലെ വിറക് നമ്മളാണ്, നരകത്തിലെ വിറക് മനുഷ്യരാണ്, കല്ലുകളാണ്. ഈ ആയത്തോർത്തുകൊണ്ടാണ് ഉപ്പ ഞാൻ കരയുന്നത് എന്ന് പൊന്നുമോൻ ചെറിയ കുട്ടി പറഞ്ഞപ്പോ ഈ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, മോനെ, എന്തിനാണ് നീ കരയുന്നത്? യാ ബുനയ്യ അന്ത മഅസൂം, നീ രക്ഷപ്പെട്ടവനല്ലേ, നീ കുഞ്ഞുമോനല്ലേ.
പ്രായപൂർത്തിയെത്താത്ത പൊന്നുമോനല്ലേ നീ മഅസൂമല്ലേ, നീ പാപത്തിൽ നിന്ന് സുരക്ഷിതനല്ലേ. ഫലാ തഖഫ്, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇന്നക ലാ തസ്തഹിഖുൻ നാർ, നിനക്കൊരിക്കലും നരകം കിട്ടുകയില്ല. കുഞ്ഞു മക്കളെ അല്ലാഹു നരകത്തിലിടുകയില്ല. പ്രായപൂർത്തിയെത്താത്ത കുട്ടികളെ അല്ലാഹു നരകത്തിലിടുകയില്ല. മോനെ, നിനക്ക് നരകമില്ല, നീ നരകത്തിന് അർഹതയുള്ളവനല്ല, നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ ഈ കുഞ്ഞുമോൻ ഈ പ്രായമുള്ള മനുഷ്യനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അല്ല മഹാനവറുകളെ, അലാ തറാ ഇന്നന്നാസ ഇദാ ഔഖദൂ നാറാ, നിങ്ങൾ കണ്ടിട്ടില്ലേ ആളുകൾ തീ കത്തിക്കുമ്പോ, ആളുകൾ അടുപ്പിൽ തീ കത്തിക്കുമ്പോ, ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തീ കത്തിക്കുന്ന സമയത്ത് വദഉ അവ്വലൻ സിഗാറൽ ഹതബ്, തീ കത്തിപ്പിടിക്കാൻ വേണ്ടി ആദ്യം ചെറിയ ചെറിയ വിറകിന്റെ കഷ്ണങ്ങളല്ലേ വെച്ചു കൊടുക്കാറുള്ളത്. അങ്ങനെ തീ കത്തിപ്പടർന്നാലല്ലേ സുമ്മ വദഉൽ കബീർ, പിന്നെയല്ലേ വലിയ വലിയ വിറകൻ കഷ്ണങ്ങളെ, വിറകും കൊള്ളികളെ വെച്ചു കൊടുക്കാറുള്ളത്. ഇത് കേട്ടപ്പോ അതുകൊണ്ട് ഞാൻ പേടിക്കുകയാണ്, ഭയപ്പെടുകയാണ്. നരകത്തിന്റെ വിറകുകളാണ് മനുഷ്യരെങ്കിൽ ആ നരകത്തെ കത്തിപ്പിടിപ്പിക്കാൻ വേണ്ടി ചെറിയ ചെറിയ വിറകിൻ കൊള്ളികളെ വെച്ചു കൊടുക്കുന്നത് പോലെ കുഞ്ഞു മക്കളായ ഞങ്ങളെ അല്ലാഹു നരകത്തിലിട്ട് കത്തിപ്പടർത്തുമോ? ഭയപ്പെടുകയാണ്. ഞങ്ങളെ കൊണ്ട് കത്തിച്ച് ആ ചൂടിലേക്കാണ് പിന്നെ വലിയവരെ വെക്കുക എന്ന് ഞാൻ പേടിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോ ആ വയസ്സന വൃദ്ധൻ പോലും പൊട്ടിക്കരഞ്ഞ് ബോധരഹിതനായി പോയി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നരകത്തെക്കുറിച്ച് പറയുമ്പോ, നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോ, നരകത്തെക്കുറിച്ച് വിവരിക്കുന്ന ഖുർആനിലെ ആയത്തുകൾ കേൾക്കുമ്പോ നമ്മൾ പേടിക്കാറുണ്ടോ? നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഞാൻ നരകത്തിലെ വിറകാവേണ്ടവനാണല്ലോ. വെള്ളിയാഴ്ചകളിൽ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കണേ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വലാ തജഅൽനാ മിൻ ഹതബിന്നാർ, വലാ തജഅൽനാ മിൻ ഹതബിന്നാർ. അല്ലാഹുവേ ഞങ്ങളെ നരകത്തിലെ വിറകാക്കരുതേ എന്നൊക്കെ പറയുമ്പോ, ദുആ ചെയ്യുമ്പോ നമ്മുടെ ഖൽബ് അറിഞ്ഞുകൊണ്ട് അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നരകത്തിന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അല്ലാഹുവിന്റെ ശിക്ഷയുടെ രീതികൾ നമ്മൾ മനസ്സിലാക്കണം. ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം തഅകുലുഹുമുൻ നാറു കുല്ല യൗമിൻ 70000 മറ, 70000 തവണ നരകക്കാരെ നരകം തിന്നുകൊണ്ടിരിക്കും. വകുല്ലമാ അകലതുഹും, അവരോരോ തവണ തിന്നുമ്പോഴും ഖീല ലഹും ഉഊദൂ ഫയഊദൂന കമാ കാനൂ, മുമ്പുള്ളതുപോലെ പിന്നെയും മടങ്ങും. ഒരു വട്ടം നരകം തിന്നാൽ ശരീരം മുഴുവനും ഉരുകി ഒലിക്കും, ശരീരത്തിന്റെ തൊലിയും മാംസവും ഒക്കെ ഉരുകി ഒലിക്കും. പിന്നെയും ഖുർആനല്ലേ പറയുന്നത്, കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. ഓരോ തവണ നരകത്തിയിൽ ഉരുകി ഒലിക്കുമ്പോഴും പിന്നെ പകരം പിന്നെയും തൊലിയും ശരീരവും പിന്നെയും നൽകും, പിന്നെയും ഉരുകി ഒലിക്കും, പിന്നെയും ശിക്ഷ. ഓരോ ദിവസവും 70000 തവണ നരകക്കാരുടെ ശരീരത്തിലെ മാംസവും തൊലിയും ഉരുകി ഒലിച്ച് പിന്നെയും ശരീരം തന്ന ശിക്ഷ തുടർന്നുകൊണ്ടിരിക്കും ഓരോ ദിവസവും. മുഅ്മിനെ നമുക്ക് താങ്ങാൻ കഴിയില്ല. നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറ വലാ യമൂതൂന ഫീഹാ, കത്തിച്ചാമ്പലായാൽ നമ്മുടെ ദുനിയാവിൽ ശരീരമാസകലം ഒന്ന് പൊള്ളലേറ്റാൽ അയാൾ മരിച്ചു പോകും. അങ്ങനെയാണ് പതിവ്. ചിലപ്പോ കുറച്ച് ദിവസം കടന്നാലും പിന്നെ മരിച്ചു പോകും. പക്ഷേ നരകക്കാര് ഒരു ദിവസം 70000 തവണ പിന്നെയും കത്തിച്ച്, പിന്നെയും ശരീരം തന്ന്, പിന്നെയും കത്തിച്ച്, എന്നാലും ഫലാ യമൂതൂൻ, അവർ മരിച്ചു പോവുകയില്ല. കമാ ഖാല അല്ലാഹ്, അല്ലാഹുവാണ് ഖുർആനിൽ പറഞ്ഞത്, വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ, പക്ഷേ വമാ ഹുവ ബിമയ്യിത്, എല്ലാ ഭാഗത്തുനിന്നും മരണം വരും. മരണത്തിന്റെ കാര്യങ്ങൾ, ശിക്ഷയുടെ തീനാളങ്ങൾ, പാമ്പുകൾ, തേളുകൾ, ഭീകരമായ എല്ലാ തരത്തിലുള്ള ശിക്ഷകളും നാനാഭാഗത്ത് നിന്ന് നരകത്തിൽ നിന്ന് വരും. ഓരോ ശിക്ഷ വരുമ്പോഴും മനുഷ്യൻ കരുതും ഇതോടുകൂടെ മരിച്ചിരുന്നുവെങ്കിൽ. പക്ഷേ വമാ ഹുവ ബിമയ്യിത്, നരകത്തിൽ മരണമില്ലല്ലോ, നരകത്തിൽ ശിക്ഷ മാത്രമല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഓരോ തരത്തിലുള്ള ശിക്ഷകൾ ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുൽഖാ അലാ അഹ്ലിൻ നാരി അൽ ജൂ',
വിശപ്പ് എന്ന ശിക്ഷ നരകക്കാർക്ക് അല്ലാഹു ഇട്ടുകൊടുക്കും. പല ശിക്ഷകൾ. വിശപ്പ് ദുനിയാവിൽ തന്നെ ഒരു സഹിക്കാൻ കഴിയാത്ത ശിക്ഷയാണല്ലോ. കഠിനമായ വിശപ്പ് സത്യത്തിൽ നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഒരു നോമ്പ് നോൽക്കുമ്പോഴേക്ക് നമ്മൾ വിശപ്പ് അറിയുന്നുണ്ടോ? കഠിനമായ വിശപ്പ് എന്നത് സഹിക്കാൻ കഴിയാത്ത ശിക്ഷയാണ്. ചരിത്രത്തിൽ നമ്മുടെ രാജ്യത്ത്, കൊച്ചു കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണിയുടെ, വിശപ്പിന്റെ രൂക്ഷമായ കാലങ്ങൾ കഴിഞ്ഞു പോയത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് സ്വന്തം മക്കളെ പോലും മനുഷ്യൻ കൊന്നു തിന്നിരുന്നു എന്നാണ്. ഒന്നും തിന്നാൻ കിട്ടാനില്ലാതെ എങ്ങനെയാണ് മനുഷ്യനതിന് കഴിയുക? വിശപ്പിന്റെ കാഠിന്യത്തിന്റെ ഗൗരവമാണ് ചരിത്രം രേഖപ്പെടുന്നത്. സ്വന്തം മക്കളെ കൊന്ന് തിന്നോ മനുഷ്യർ, വിശപ്പ് സഹിക്ക വയ്യാത്തത് കൊണ്ട്. കഴിയോ? സഹിക്കാൻ കഴിയാത്ത അത്ര വലിയ ശിക്ഷയാണ് വിശപ്പ്. നരകക്കാർക്കും അല്ലാഹു വിശപ്പ് എന്ന ശിക്ഷ കൊടുക്കും. സഹിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ വിശപ്പ്, അത് ദുനിയാവിന്റെ വിശപ്പിനേക്കാൾ എത്രയോ 100,000 ഇരട്ടി ശക്തിയുള്ള അതിശക്തമായ വിശപ്പാണ്. ആ സമയത്ത് അവർ നിലവിളിച്ചുകൊണ്ട് നരകക്കാര് വിശപ്പ് സഹിക്കവയ്യാതെ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് വിളിച്ച് ആക്രോശിച്ച് നിലവിളി കൂടുമ്പോ فيطعمون الزقوم إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم. നരകത്തിന്റെ തീനാളങ്ങളെ കൊണ്ട് കത്തിപ്പഴുപ്പിച്ച സഖൂം എന്ന ചെടി, ഇന്ന ശജറത സഖൂം, നരകത്തിലെ വൃക്ഷത്തിന്റെ സഖൂം എന്ന മാരകമായ ഭക്ഷണമാണ് ആ സമയത്ത് ആളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്, ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. വിശപ്പടങ്ങുമോ? ശരീരം നന്നാകുമോ? ശരീരം നന്നാക്കാനും വിശപ്പടക്കാനുമുള്ള ഭക്ഷണമാണോ? നരകക്കാർക്ക് ഏറ്റവും കഠിനമായ ദാഹം കൊണ്ടുള്ള പരീക്ഷണമുണ്ട്. കഠിനമായ ദാഹം. ആ സമയത്ത് നരകത്തിലെ ആളുകളുടെ ചോരയും ചെലവും, നരകത്തിൽ കിടക്കുന്ന വ്യഭിചാരികളുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന് ഒഴുകുന്ന ഏറ്റവും വൃത്തികെട്ട മലിനജലവും നരകത്തിയിലിട്ട് കത്തിപ്പഴുപ്പിച്ച് അതാണ് ആ സമയത്ത് കുടിക്കാൻ കൊടുക്കുക. ഉള്ള മുഴുവനും ഉരുകി ഒലിക്കും. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നരകത്തിന്റെ കാവൽക്കാരായ 19 പ്രധാനപ്പെട്ട മലക്കുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മലക്ക് മാലിക് അലൈഹിസ്സലാം. നരക കാവൽക്കാരനായ മലക്കിന്റെ പേരെന്താണ്? മാലിക് അലൈഹിസ്സലാം. സ്വർഗ കാവൽക്കാരന് റിദ്വാൻ അലൈഹിസ്സലാം. മാലിക് അലൈഹിസ്സലാമിന്റെ കീഴിൽ പിന്നെ സബാനിയാക്കളായ 19 മലക്കുകളുണ്ട്. മഹാന്മാര് പഠിപ്പിക്കുന്ന ഹുറൂഫുൽ ബസ്മലത്തെ 19. ബിസ്മിയുടെ ഹർഫുകളുടെ എണ്ണം 19 വഅദദു സബാനിയത്തി കദാലിക്, സബാനിയാക്കളുടെ എണ്ണവും 19. മഹാന്മാരെ രേഖപ്പെടുത്തുന്നു സുമ്മൂ ബിദാലിക. എന്തുകൊണ്ടാണ് സബാനിയാക്കൾക്ക് സബാനിയ എന്ന പേര് വെച്ചത്? ശ്രദ്ധിക്കണേ. സബാനിയാക്കളായ നരകകാവൽക്കാരായ മലക്കുകൾക്ക് സബാനിയ എന്ന പേര് വെക്കാൻ കാരണം ലിഅന്നഹും യഫ്അലൂന ബിഅർജുലിഹിം കമാ യഫ്അലൂന ബിഐദീഹിം. കൈകൊണ്ട് പണിയെടുക്കുന്നത് പോലെ കാലുകൊണ്ടും പണിയെടുക്കുന്നവരാണ്. കൈകൊണ്ട് പിടിക്കുന്നത് പോലെ കാലുകൊണ്ടും കൈയും കാലും ഒരേപോലെ വർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് സബാനിയാക്കൾ എന്ന പേര് വെച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരൊറ്റ സമയം സബാനിയാക്കളായ മലക്കുകൾ ഫയഖുദുൽ വാഹിദു മിൻഹും 10,000 ബിയദിൻ, 10,000 ആളുകളെ ഒറ്റപ്പിടുത്തത്തിൽ ഒരു കൈ കൊണ്ട് ഒരു മലക്ക്. എത്ര നോക്കണേ, ശ്രദ്ധിക്കണേ. സബാനിയാക്കളായ മലക്കുകൾ ആകെ 19 പേര്. ഒരു മലക്ക് തന്നെ ഒറ്റ സമയം ഒരു കൈ കൊണ്ട്, ആ മലക്കിന്റെ ഒരു കൈ കൊണ്ട് ഒരൊറ്റപ്പിടുത്തത്തിൽ 10,000 ആളുകളെ നരകത്തിൽ കൊണ്ടുപോയി തള്ളും. ഒരൊറ്റപ്പിടുത്തം, ഒരു പിടി. 10,000 ആളാണ് ആ ഒരു പിടുത്തത്തിൽ. അതേപോലെ തന്നെ മറ്റേ കയ്യിലും 10,000 പേര്. അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ് ഫയഖുദുൽ വാഹിദു മിൻഹും 10,000 ബിയദിൻ വാഹിദ വ10,000 ബിഇഹ്ദാ റിജ്ലൈ. ഒരു കൈ കൊണ്ട് മറ്റേ കൈ കൊണ്ട്, ഒരു കാല് കൊണ്ട് മറ്റേ കാല് കൊണ്ട്, മൊത്തം ഒരൊറ്റപ്പിടുത്തത്തിൽ ഫയുഅസിബു 40,000 കാഫിരിൻ മറത്തൻ വാഹിദൻ ബിമാ ഫീഹി മിൻ ഖുവ്വത്തിൻ വശദ്ദ. അത്ര വലിയ ശക്തിയാണ് അവർക്ക്. ഒരൊറ്റപ്പിടുത്തത്തിൽ കൈയും കാലും, രണ്ട് കൈയും രണ്ട് കാലും ഒരേപോലെ വർക്ക് ചെയ്തിട്ട്
40,000 ആളുകളെ, 40,000 കാഫിരീങ്ങളെ, നരകത്തിലേക്ക് പോകേണ്ട കാഫിരീങ്ങളെ ഒരൊറ്റപ്പിടുത്തത്തിന് നരകത്തിലേക്ക് കൊണ്ടുപോയിടും. അങ്ങനത്തെ 19 മലക്കുകൾ അള്ളാന്റെ റസൂല് മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഫഉ കുല്ലു വാഹിദിൻ മിനസ് സബാനിയ, ഓരോ സബാനിയാക്കളുടെ ഒരൊറ്റ തട്ടൽ, ബിദ്ദഫഅത്തിൽ വാഹിദ, ഒരൊറ്റ തട്ടലിൽ 40,000 മിൻ അഹ്ലിന്നാർ. അള്ളാന്റെ റസൂല് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ലം യഖ്ലുഖില്ലാഹു ഫീഹിം അർറഹ്മ വറഅഫ. ലോകത്തെ എല്ലാ സൃഷ്ടികളുടെയും കൽബില് ഏത് ക്രൂരന്മാരാണെങ്കിലും, ഏത് ക്രൂര ജീവികളാണെങ്കിലും, ഏത് വ്യാഘ്രന്മാരും, ഏത് കാട്ടുജീവികളും, ഏത് കാട്ടുകള്ളന്മാരും, ഏത് തമ്മാടികളും, ഏത് പരാക്രമികളും, മനുഷ്യരാവട്ടെ, ജിന്നുകളാവട്ടെ, ശൈത്താന്മാരാവട്ടെ, ഏത് ജന്തുക്കളാവട്ടെ, ഏത് ജീവികളാവട്ടെ, അള്ളാഹു ഒരു ചെറിയ ഒരു റഹ്മത്തിന്റെ, ഒരു ചെറിയ ഒരു കൃപയുടെ അംശം എല്ലാവരിലും ഇട്ടുകൊടുത്തിട്ടുണ്ട്. ശൈത്താന്റെ മനസ്സിലുമുണ്ട് ചെറിയ ഒരു കൃപ, കാരുണ്യം. എല്ലാ വന്യജീവികളുടെ കൽബിലുമുണ്ട് അള്ളാഹു ഒരു കാരുണ്യം എന്ന സ്വഭാവം ഇട്ടുകൊടുത്തിട്ടുണ്ട്, ചെറിയതെങ്കിലും ഒരല്പമെങ്കിലും. പക്ഷേ അത് ഒരല്പം പോലും ഇട്ടുകൊടുക്കാത്ത കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരല്പം പോലും കൽബിലേക്ക് ഇട്ടുകൊടുക്കാത്ത അതിക്രൂരമായ മനസ്സുള്ളവരാണ് ഈ സബാനിയാക്കളായ മലക്കുകൾ എന്ന് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണേ, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു, നിങ്ങൾ ബിസ്മി വർദ്ധിപ്പിക്കണം. ഈ സബാനിയാക്കളായ 19 മലക്കുകളിൽ നിന്നുള്ള സംരക്ഷണത്തിന്റെ കവചമാണ് ബിസ്മി. ബിസ്മിയുടെ ഹർഫുകളുടെ എണ്ണം 19 സബാനിയാക്കളായ മലക്കുകളുടെ എണ്ണം 19. നിങ്ങൾ ബിസ്മി എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ബിസ്മി നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഗഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ബലഗനി അന്നം ലിമാലികിൻ ഖാസിനിൻ നാർ. നരക കാവൽക്കാരനായ, നരകത്തിന്റെ ഏറ്റവും വലിയ കാവൽക്കാരനായ മാലിക് എന്ന മലക്കുണ്ടല്ലോ, ആ മലക്കനുണ്ട്, മാലിക് എന്ന മലക്കനുണ്ട്. അന്ന ലിമാലികിൻ ഖാസിനിന്നാർ ഐദി ബിഅദദി അഹ്ലിന്നാർ. നരകത്തിൽ എത്ര ആളുകളുണ്ടോ അത്ര കൈകൾ മാലിക്കനുണ്ട്. നരകത്തിൽ എത്ര കോടിക്കണക്കിന് ജനങ്ങളുണ്ടോ, എത്ര ആളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആരംഭം മുതൽ ഖിയാമത്ത് നാൾ വരെ കണക്കാക്കി എത്ര കോടി ജനങ്ങളാണ് നരകത്തിൽ കിടക്കണമെന്ന് റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത്ര കോടിക്കണക്കിന് കൈകൾ ആർക്കുണ്ട്? ഒരൊറ്റ മലക്കനുണ്ട്, നരക കാവൽക്കാരനായ മാലിക് എന്ന മലക്കനുണ്ട് എന്ന്. നമ്മുടേത് പോലെയുള്ള കൈയാണോ, നമ്മുടേത് പോലെയുള്ള കാലാണോ? മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്, അത് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രകാശം, അത്ഭുതകരമായ പ്രകാശത്തിന്റെ ശക്തി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വിഭാഗമാണ് മലക്കുകൾ. നമ്മുടെ കൈ പോലെയുള്ള കൈ എന്ന് മനസ്സിലാക്കണ്ട. പക്ഷേ ആ പ്രകാശ സൃഷ്ടികളായ മലായിക്കത്തിന് അള്ളാഹു വലിയ അത്ഭുതകരമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് മാലിക് അലൈഹിസ്സലാമിന് ഓരോ നരകത്തിലെ ആളുകളുടെ എണ്ണം കണ്ടുകൊണ്ട് കൈകൾ കൊടുത്തത്? ബഹുമാനപ്പെട്ടവർ തുടർന്ന് പറയട്ടെ, മഅകുല്ലി റജുലിൻ യദുൻ. എങ്ങനെയാണ്? നരകത്തിൽ കിടക്കുന്ന ഓരോ ആളുടെ അടുത്തും ഓരോ കൈയുണ്ടാകും. മഹാനായ മാലിക് അലൈഹിസ്സലാം നരകത്തിന് കാവലിരിക്കുമ്പോഴും മാലിക്കിന്റെ കൈകൾ, കോടിക്കണക്കിന് വരുന്ന കൈകൾ നരകത്തിന്റെ ഉള്ളിലുള്ള, നരകത്തിന്റെ ഓരോ തട്ടുകളിലുമുള്ള ഓരോ ആളുകളുടെ അടുത്താണ്. എന്തിനു വേണ്ടിയാണ്? തുഖീമുഹു വതുഖൈദുഹു വതുഗല്ലുഹു ബിസിൽസില. ചങ്ങലക്കെട്ട് കെട്ടിപ്പൂട്ടാൻ നരകക്കാരെ നരകത്തിന്റെ തീയിൽ നിന്ന്, നരകത്തിന്റെ തീനാളത്തിൽ നിന്ന്, ആ ശിക്ഷ സഹിക്കവയ്യാതെ നരകത്തിൽ നിന്ന് പേടിച്ച് ഓടാൻ വേണ്ടി ശ്രമിക്കുമ്പോ പിന്നെയും ആ കൈ നരകത്തിലേക്കിട്ട് തള്ളും.
നരകത്തിൽ നിന്ന് പൊങ്ങാൻ ശ്രമിക്കുമ്പോൾ അവിടെ പിടിച്ച് താഴ്ത്തും. ചിലപ്പോൾ മാലിക് തന്നെ എഴുന്നേൽപ്പിക്കും, പിന്നെ സിറ്റയിൽ മുക്കും. ഒരുപാട് സിറ്റകൾ സദാസമയം മാലിക്കിന്റെ ക്രൂരമായ കരങ്ങൾ ഓരോ നരകക്കാരുടെ അടുത്തുമുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു തആല അൻഹു. ചില സമയത്ത് കാവൽക്കാരൻ പുറത്താണല്ലോ, മാലിക് നരകത്തിന്റെ പുറത്താണല്ലോ, കാവൽക്കാരനാണല്ലോ. ചില സമയത്ത് മാലിക് നരകത്തിലേക്കൊരു നോട്ടമുണ്ട്. മാലിക് നരക കാവൽക്കാരൻ നരകത്തിലേക്കൊന്ന് നോക്കിയാൽ നരകം തന്നെ നരകത്തിന്റെ ഭാഗങ്ങളെ തിന്നുപോകും. മിൻ ഖൗഫി മാലിക്കിനെ കണ്ട് പേടിച്ചിട്ട്. മാലിക്കിന്റെ ഭീകരമായ കാഴ്ച, മാലിക്കനെ സഹിക്കാൻ കഴിയില്ല മുഅ്മിനെ. മാലിക്കിന്റെ ഭീകരമായ നോട്ടം കാണുമ്പോൾ നരകം തന്നെ പേടിക്കുകയാണ്. നരകം പേടിച്ചിട്ട് നരകത്തിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ തിന്നുകളയും, വിഴുങ്ങിക്കളയും. അത്ര പേടിച്ച് ഭയപ്പെട്ട് പേടിച്ചൊരു ഭാഗം മറ്റൊരു ഭാഗത്തെ തിന്നുമാറ് നരകം പോലും പേടിക്കുന്ന ഭയാനകമായ രൂപമാണ് ബഹുമാനപ്പെട്ട നരക കാവൽക്കാരനായ മാലിക് അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശിക്ഷകളിൽ നിന്നൊക്കെ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളാണ്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. നോക്കണേ. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് നരകത്തിന്റെ തണുപ്പ്, പല ആളുകൾക്കും കൗതുകം അതാ. വിഷയം കണ്ടപ്പോൾ പല ആളും ചോദിച്ചു, എന്താണ് നരകത്തിന്റെ തണുപ്പ്? എന്താണ് നരകത്തിന്റെ തണുപ്പ്? നരകത്തിന്റെ ചൂടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നരകത്തിന്റെ ചൂടും തണുപ്പും, എന്താണ് ഈ തണുപ്പ് എന്ന് ചോദിച്ചു പല ആളുകളും. മുഅ്മിനീങ്ങളെ, നരകത്തിന് സഹിക്കാൻ കഴിയാത്ത കടുത്ത തണുപ്പുണ്ട് എന്ന് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഇഷ്തഖത്തിന്നാറു ഇലാ റബ്ബിഹാ, നരകം തന്നെ റബ്ബിനോട് പരാതിപ്പെട്ടു. ശ്രദ്ധിക്കണേ. നരകം അല്ലാഹുവിനോട്, നരകത്തിന്റെ റബ്ബിനോട് പരാതിപ്പെട്ടു. ഫഖാലത്ത്, നരകം പറഞ്ഞു, റബ്ബേ യാ റബ്ബി അക്കല ബഅദി ബഅദാ, വിങ്ങിയിട്ട് നരകത്തിന്റെ ചൂട് സഹിക്കവയ്യാതെ നരകത്തിന്റെ ഉള്ളിൽ കത്തിപ്പുകഞ്ഞ റബ്ബേ, എന്റെ ചില ഭാഗത്തെ തിന്നുകയാണ്. അക്കല ബഅദി ബഅദാ, സഹിക്കാൻ കഴിയാതെ വിങ്ങ് നീറിയിട്ട് ഉള്ളുമുഖം കത്തിപ്പുകഞ്ഞിട്ട് എന്റെ ഭാഗത്തെ തിന്നുകയാണ് റബ്ബേ. അപ്പോൾ അതിനൊരു ആശ്വാസത്തിന് എന്താ വഴി? അപ്പോൾ ഫഅദിന ലഹാ നഫസൈനി, അതിന്റെ കുറച്ച് ആവി പുറത്തേക്ക് വിടാൻ. അതിന്റെ ആവി 2 ശ്വാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് അനുവദിച്ചു കൊടുത്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ പ്രഷർ കുക്കർ, ഉള്ളിൽ പ്രഷർ കൂടിയാൽ അതൊരു വിസിലടിക്കും, അതിന്റെ വായു കുറച്ച് പുറത്തേക്ക് വിടും അല്ലേ? അല്ലെങ്കിലോ ആ വിസിൽ അടച്ചു കളഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. അങ്ങനെയല്ലേ? പ്രഷർ കുക്കറിന്റെ വിസില് നമ്മൾ വായു പുറത്തേക്ക് വരാൻ സമ്മതിക്കാതെ അടച്ചു കളഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കും. ഇതാ ഉള്ളു മുഴുവനും കത്തുകയാണ് റബ്ബേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് 2 ശ്വാസം പുറത്തേക്ക് വിടാൻ അനുവാദം കൊടുക്കും. വർഷത്തിൽ 2 തവണ, കൊല്ലത്തിൽ 2 തവണ. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നഫസുൻ ഫിശ്ശിതാ, തണുപ്പ് കാലഘട്ടത്തിൽ 1 ശ്വാസം, വനഫസുൻ ഫിസ്സൈഫ്, അതേപോലെ ചൂടുകാലത്ത് മറ്റൊരു ശ്വാസം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഫഹുവ, അത് അശദ്ദു മാ തജിദൂന മിനൽ ഹർരി മിൻ സമൂമി ജഹന്നം, നരകത്തിന്റെ സമൂം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, നരകത്തിന് 2 സ്വഭാവങ്ങൾ. നരകത്തിന്റെ 2 സ്വഭാവങ്ങൾ. ഒന്ന് സമൂമു ജഹന്നം, കഠിനമായ ചൂടിന്റെ സ്വഭാവം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന് സംഹരീറു ജഹന്നം, നരകത്തിന്റെ കഠിനമായ തണുപ്പ്.
കഠിനമായ ചൂടത്ത് ഒരു ശ്വാസം വിടാനും കഠിനമായ തണുപ്പത്ത് ഒരു ശ്വാസം വിടാനും നരകത്തിന് അല്ലാഹു അനുവാദം കൊടുക്കും. മുത്തുനബി പഠിപ്പിക്കുകയാണ്, ഫഹുവ അശദ്ദു മാ തജിദൂന മിനൽ ഹർ. സമോമ ജഹന്നം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കഠിനമായ ചൂടാണ്. നരകത്തിന്റെ ചൂടുകളിൽ ഏറ്റവും കഠിനമായ ചൂടാണ് സമോമ ജഹന്നമിന്. നരകത്തിന് തണുപ്പുണ്ട്. ആ തണുപ്പിന്റെ കഠിനമായ തണുപ്പാണ് മിൻ സംഹരീരി ജഹന്നം, ജഹന്നമിന്റെ കടുകടുത്ത സംഹരീർ എന്ന് പറയപ്പെടുന്ന തണുപ്പ്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ബലഗനി അന്ന അഹ്ലന്നാർ, നരകക്കാരായ ആളുകള് യസ്അലൂന ഖാസിനഹാ, നരകക്കാവൽക്കാരായ മലക്കുകളെ വിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയും, അയ്യുഖ്രിജഹും ഇലാ ജാനിബിഹാ, ഈ ശിക്ഷയുടെ ഭാഗത്ത് ഒന്ന് സൈഡിലേക്ക് മാറ്റാൻ. കഠിനമായി കത്തിപ്പുകയുമ്പോ നരകത്തിന്റെ തീനാളങ്ങളിൽ നീറിപ്പുകയുമ്പോ വെന്ത് ഒഴുകുമ്പോ നരകക്കാര് നിലവിളിച്ചുകൊണ്ട് നരകക്കാവൽക്കാരായ മലക്കോളോട് പറയുകയാണ്, ഒന്ന് സൈഡിലേക്കൊന്ന് മാറ്റിത്തരുമോ, ഈ കത്തിപ്പുകച്ചലിന് ഒരു ചെറിയ ആശ്വാസം കിട്ടാൻ ഒരു പാർശ്വഭാഗത്തേക്ക് സൈഡിലേക്കൊന്ന് മാറ്റിത്തരുമോ. അപ്പോൾ അതാ മലക്കോള് മാറ്റിക്കൊടുക്കുന്നു. ഫയുഖ്രിജും, ശക്തമായ ചൂടിൽ നിന്ന് അവരെ മാറ്റിക്കൊടുക്കുന്നത് എവിടേക്കാണ്? ശക്തമായ തണുപ്പത്തേക്കാണ്. ഫയഖ്തുലുഹുമുൽ ബർദു, മഹാനായ മുത്തുനബി പഠിപ്പിക്കുകയാണ്, ഇബ്നു ഉമൈർ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഫയഖ്തുലുഹുമുൽ ബർദു, നരകത്തിലെ കഠിനമായ തണുപ്പ് അവരെ കൊന്നുകളയും. നരകത്തിന്റെ കഠിനമായ തണുപ്പ് അവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞാൽ കൊല്ലുമാറ്, കഠിനമായി മരിക്കുകയില്ലല്ലോ, കഠിനമായ കൊല്ലുമാറുള്ള തണുപ്പ്, സഹിക്കാൻ കഴിയാത്ത തണുപ്പ്. അപ്പോൾ അവർ ഇങ്ങോട്ട് തന്നെ വരാൻ ശ്രമിക്കും. തീയ മതി, നരകത്തിന്റെ തീയ മതി, ചൂട് മതി, തണുപ്പ് സഹിക്കാൻ വയ്യ. ഫയദ്ഖുലൂന മിമ്മാ വജദൂ മിനൽ മർദ്, തണുപ്പ് സഹിക്കവയ്യാതെ അവര് തീയിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഗൗരവം പഠിപ്പിക്കുകയാണ്. സംഹരീർ ജഹന്നം, നരകത്തിന്റെ കൊടും തണുപ്പ്. സംഹരീർ ജഹന്നം, നരകത്തിന്റെ കൊടും തണുപ്പ്. മുത്തുനബിയുടെ സഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അതിന്റെ ഗൗരവം പഠിപ്പിക്കുകയാണ്. അത് ഒരു തരം ശിക്ഷയാണ് മുഅ്മിനേ, നരകത്തിലെ സഹിക്കാൻ കഴിയാത്ത ശിക്ഷയാണ് സംഹരീർ, കൊടും തണുപ്പ്. വഹുവൽ ബർദു ശദീദ്, അത് സഹിക്കാൻ കഴിയാത്ത തണുപ്പാണ് കേട്ടോ. എത്രത്തോളം? ഹത്താ ഇന്ന അഹ്ലന്നാർ ഇദാ ഉൽഖൂ ഫീ, സംഹരീർ എന്ന കൊടും തണുപ്പിലേക്ക് നരകക്കാരെ കൊണ്ടുപോയി തള്ളിയാൽ അവരെ അല്ലാഹുവിനെ വിളിക്കും, അല്ലാഹുവേ സഅലുല്ലാഹ, അല്ലാഹുവേ അല്ലാഹുവേ, രാജാതിരാജനായ റബ്ബേ സഹിക്കവയ്യ, അതുകൊണ്ട് അയ്യുഅസിബഹും ബിന്നാരി അൽഫസന, 1000 കൊല്ലം നിന്റെ തീയിലിട്ട് ഞങ്ങളെ കത്തിച്ചോ ശിക്ഷിച്ചോ റബ്ബേ. പക്ഷേ അഹ്വനു അലൈഹിം മിൻ അദാബിസ് സംഹരീർ യൗമൻ വാഹിദ, ഒരൊറ്റ ദിവസം പോലും ഈ കൊടും തണുപ്പത്ത് സംഹരീർ ഞങ്ങൾക്ക് കിടക്കാൻ വയ്യ. പടച്ചവനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തരുമോ? ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, നരകത്തിന്റെ കൊടും തണുപ്പ് സഹിക്കവയ്യാതെ പടച്ചവനെ ഒറ്റ ദിവസം പോലും ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ, ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഇതിന് പകരം ഒരു ദിവസം ഈ കൊടും തണുപ്പ് സഹിക്കുന്നതിന് പകരം 1000 കൊല്ലം നിന്റെ നരകത്തിന്റെ ചൂട് ഞങ്ങൾ സഹിച്ചു കൊള്ളാമെന്ന് അല്ലാഹുവേ അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് നരകക്കാര് വിളിച്ചു പറയുമെന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. വലൈലത്തിൻ ളലമുഹാ ഖാദ് തകർ ഖാതഅതുഹാ വസ്സംഹരീറു മാ സഹാർ, വലൈലത്തിൻ ളലമുഹാ ഖാദ് തകർ ഖാതഅതുഹാ വസ്സംഹരീറു മാ സഹാർ. സംഹരീറു ജഹന്നം, സംഹരീറു ജഹന്നം, നരകത്തിന്റെ കൊടും തണുപ്പ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ, ഒരു തുള്ളി വെള്ളം കിട്ടൂല, ഒരു തുള്ളി വെള്ളം കിട്ടൂല. ഒന്ന് തൊണ്ട നനക്കാൻ, ഒന്ന് തണുപ്പിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ശിക്ഷയുടെ കേന്ദ്രമല്ലേ അവിടെ കിട്ടുന്നത്? എന്താണ്? ഇല്ലാ ഹമീമൻ വഗസ്സാഖാ, ഹമീമും വഗസ്സാഖുമല്ലാതെ നരകത്തിൽ എന്താ? മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു ഖുർആനിൽ, ഫൽയദൂഖൂ ഹമീമൻ വഗസ്സാഖ്, നരകത്തിന്റെ ശിക്ഷകൾ അനുഭവിക്കട്ടെ, രുചിക്കട്ടെ. ഹമീമും വഗസ്സാഖ്,
ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൽ ഗസ്സാഖു ഇല്ലാ ഹമീമൻ വ ഗസ്സാഖ എന്ന് അല്ലാഹ് പറഞ്ഞു. ഫൽയദൂഖു ഹമീമൻ വ ഗസ്സാഖ് എന്ന് പറഞ്ഞു. മറ്റൊരു സ്ഥലത്തും പറഞ്ഞു ഗസ്സാഖ്, അൽ ഗസ്സാഖു അസ്സംഹരീറുൽ ബാരിദ്. ഗസ്സാഖ് എന്നത് അതികഠിനമായ തണുപ്പിന്റെ ശിക്ഷയാണ്. ഹമീം എന്നത് അൽ ഹാർ, സഹിക്കാൻ കഴിയാത്ത അതികഠിനമായ ചൂടുമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. കഠിനമായ തണുപ്പിന്റെ ശക്തിയെക്കുറിച്ച് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. ഫയതമയ്യസു മിൻ ശിദ്ദത്തി ബർദിഹാ ബഅദുഹു മിൻ ബഅദ്. അവരുടെ ശരീരങ്ങളിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ മുറിഞ്ഞു പോകുമാറ്, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ മുറിഞ്ഞു പോകുമാറ് കഠിനമായ തണുപ്പാണ്. അതെന്താ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയോ? ചൂടെന്താന്ന് നമുക്കറിയോ? നരകത്തിന്റെ ചൂടെന്താന്ന് നമുക്കറിയോ? ഈ ദുനിയാവിൽ ഒരു തീപ്പൊട്ടിക്കൊള്ളി ഒരച്ചാലുണ്ടാകുന്ന തീയിന്റെ ചൂടേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. അതിനേക്കാൾ 70 ഇരട്ടി 100 ഇരട്ടി അതിനപ്പുറം അതിശക്തമായ ചൂടുള്ള കറുകറുത്ത തീയ്, അതിന്റെ ഗൗരവം നമുക്കറിയോ? കഠിനമായ തണുപ്പിന്റെ ഗൗരവം നമുക്കറിയോ? അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നോക്കണേ ശ്രദ്ധിക്കണേ. ഇദാ കാന യൗമുൻ ശദീദൽ ബർദി, തണുപ്പുള്ള ഒരു ദിവസം വന്നാൽ ദുനിയാവിൽ പറയാ ശ്രദ്ധിക്കണേ. നമുക്ക് നല്ല തണുപ്പുള്ള ഒരു ദിവസം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല തണുപ്പാണ്, മൂടി പതച്ച് ഫാനൊന്നും ഇടണ്ട, നല്ല കമ്പിളി പതച്ച് സുഖമായി കിടന്നുറങ്ങാ എന്ന് പറയും. സത്യത്തിൽ കേരളക്കാരായ നമ്മൾ കഠിനമായ തണുപ്പ് അനുഭവിച്ചിട്ടില്ല. ഗൾഫ് നാടുകളിൽ, ഉത്തരേന്ത്യയിൽ, ഡൽഹിയിൽ, മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കഠിനമായ തണുപ്പുണ്ടാവാറുണ്ട്. മരം കോച്ചുന്ന തണുപ്പ് എന്നൊക്കെ നമ്മൾ പറയും. തണുപ്പത്ത്, അതികഠിനമായ തണുപ്പത്ത്, അതിശൈത്യകാലത്ത് ആളുകൾ, കുട്ടികളൊക്കെ മരിച്ചു പോകാറുണ്ട്. ഡൽഹിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അതികഠിനമായ തണുപ്പ്, സഹിക്കാൻ കഴിയാത്ത തണുപ്പ്. കഠിനമായ ചൂടത്ത് ഗൾഫിലൊക്കെ എയർ കണ്ടീഷൻ, AC ഉപയോഗിക്കുക. പക്ഷെ തണുപ്പുണ്ടായ എന്ത് ചെയ്യും? തണുപ്പിനെ പ്രതിരോധിക്കാൻ അതിനെ പലതും പിന്നെ തീക്കായാറുണ്ട്. നഊദു ബില്ലാഹ്. കഴിഞ്ഞ കൊല്ലം കുവൈത്തിൽ മലയാളികൾ താമസിക്കുന്ന ഒരു റൂമിൽ കഠിനമായ തണുപ്പത്ത് ആ പാവങ്ങൾ തീക്കാഞ്ഞ് കുറച്ച് കനല് ചൂടാക്കി വെച്ചു. നഊദു ബില്ലാഹ്, സുബ്ഹാനല്ലാഹ്. നേരം വെളുത്തപ്പോഴേക്ക് ആ 2-3 ചെറുപ്പക്കാർ മരണപ്പെട്ടു പോയി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, പടച്ചറബ് പുറത്തു കൊടുക്കട്ടെ. എന്താ അതിന് സംഭവിച്ചത്? പല കാരണങ്ങൾ പറഞ്ഞു. എന്തോ അതിന്റെ ഒരു വായു, ഓക്സിജൻ മുഴുവനും അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്തരീക്ഷത്തിൽ ഓക്സിജൻ തന്നിട്ടുണ്ട്. അടച്ചിട്ട റൂമില് തീ കത്തിച്ചാല് ഓക്സിജൻ മുഴുവനും ഇല്ലാതാവും. ഓക്സിജൻ ഇല്ലാതായി ശ്വാസം മുട്ടിയിട്ടാണ് അവർ മരിച്ചത് എന്നാണ് റിപ്പോർട്ടൊക്കെ വന്നത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നത്. എന്തായാലും മുഅ്മിനീങ്ങളെ, കഠിനമായ തണുപ്പ് വന്നാൽ ദുനിയാവിൽ തന്നെ സഹിക്കാൻ കഴിയില്ല. അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അള്ളാന്റെ റസൂല് പറയാ, നല്ല തണുപ്പുള്ള ഒരു ദിവസം ഒരു മുഅ്മിനായ അടിമ, ഫഖാലൽ അബ്ദു ലാ ഇലാഹ ഇല്ലല്ലാഹ് മാ അശദ്ദു ബർദു ഹാദൽ യൗം അല്ലാഹുമ്മ അജ്ർനി മിൻ സംഹരീരി ജഹന്നം. അല്ലാഹുമ്മ അജ്ർനി മിൻ സംഹരീരി ജഹന്നം. അല്ലാഹുമ്മ അജ്ർനി മിൻ സംഹരീരി ജഹന്നം. നല്ല തണുപ്പുള്ള ദിവസം, കഠിനമായ തണുപ്പ് അനുഭവിക്കുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാ അശദ്ദു ബർദു ഹാദൽ യൗം. എന്തൊരു തണുപ്പാണിത് റബ്ബേ. അല്ലാഹുമ്മ അജ്ർനി മിൻ സംഹരീരി ജഹന്നം. ജഹന്നമിന്റെ കഠിനമായ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ അജ്ർനി മിൻ സംഹരീരി ജഹന്നം.
ജഹന്നമിന്റെ കഠിനമായ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് ഒരടിമ പറഞ്ഞു കഴിഞ്ഞാൽ ഫഖാലല്ലാഹു ലി ജഹന്നം, അല്ലാഹു ജഹന്നം എന്ന നരകത്തോട് പറയും, ജഹന്നമേ യാ ജഹന്നം, ഇന്ന അബ്ദൻ മിൻ ഇബാദി, എന്റെ അടിമകളിൽപ്പെട്ട ഒരടിമ ഇസ്തജാറ ബി മിൻ സംഹരീരിക, നിന്റെ കഠിനമായ സംഹരീരിൽ നിന്ന്, നിന്റെ കഠിനമായ തണുപ്പിൽ നിന്ന് എന്നോട് കാവൽ തേടിയിട്ടുണ്ട്. ഫഇന്നി ഖദ് അജർതു, ഞാൻ അവന് കാവൽ നൽകിയിട്ടുണ്ട്, ഞാൻ അവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നീ അവനെ ശിക്ഷിക്കരുതേ നിന്റെ തണുപ്പുണ്ട് എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, രാജാതിരാജനായ റബ്ബ് ജഹന്നമിനോട് പറയും. അപ്പോ കഠിനമായ ചൂട് വരുമ്പോ പടച്ചവനെ നരകത്തിന്റെ ചൂടിൽ നിന്ന് കാക്കണേ. കഠിനമായ തണുപ്പ് അനുഭവിക്കുമ്പോ അല്ലാഹുവേ കഠിനമായ നരകത്തിന്റെ തണുപ്പിൽ നിന്ന് കാക്കണേ എന്ന് രാജാതിരാജനായ റബ്ബിനോട് ദുആ ചെയ്യാനാണ് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മുഅ്മിനീങ്ങളെ അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത. അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, ഇത് നരകത്തിന്റെ ചൂടും തണുപ്പുമാണ്. ഇത് നേരം പോക്ക് പറയലല്ലോ, ഇത് തമാശകൾ പറയുന്നതല്ലല്ലോ. നമ്മളൊക്കെ കാണാനും അനുഭവിക്കാനും പോകുന്ന ഭയാനകമായ ജഹന്നമിനെ കുറിച്ചാണ് ചർച്ച. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ജാ ജിബ്രീൽ ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഅത്തിൻ മുതഗയ്യിറൽ ലൗൻ. ഒരു ദിവസം ഒരു സമയത്ത് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ മുത്തുനബിയുടെ അടുത്തേക്ക് വന്നു. വല്ലാതെ നിറമൊക്കെ മാറിയിട്ടുണ്ട്, വല്ലാത്ത ഒരു പരിഭ്രാന്തമായ അവസ്ഥയിലാണ്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാലി അറാക യാ ജിബ്രീൽ മുതഗയ്യിറൽ ലൗൻ, എന്താണ് ജിബ്രീലേ വല്ലാതെ പേടിച്ചരണ്ടതുപോലെ, ആകെ മാറി വല്ലാത്ത ഒരവസ്ഥയിലാണല്ലോ നിങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മുത്തുനബിയെ, നരകത്തിന് ഒരു നഫസുണ്ട്, നരകത്തിന് ഒരു ശ്വാസം വിടലുണ്ട്, നരകത്തിന്റെ ഊത്തുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ നരകത്തിന്റെ 2 ഊത്തുകൾ. ആ ഒരു ഊത്ത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഞാൻ സഹിക്കവയ്യാതെ പേടിച്ചുകൊണ്ട് വന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നിറം മാറിയത്, വല്ലാത്ത അവസ്ഥയായത് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, യാ ജിബ്രീൽ, ജിബ്രീലേ, സിഫ്ലി ജഹന്നം, എങ്ങനെയാണ് ജഹന്നം? നിങ്ങൾ ജഹന്നമിന്റെ ഏറ്റവും വലിയ ഭയാനകമായ അവസ്ഥകളൊക്കെ കണ്ടയാളല്ലേ, എങ്ങനെയാണ് ജഹന്നം എനിക്കൊന്ന് വിവരിച്ചു തരുമോ? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം തുടക്കം മുതൽ പറഞ്ഞു കൊടുത്തു. ജഹന്നമിന്റെ തുടക്കം അള്ളാന്റെ റസൂലെ 1000 കൊല്ലം കത്തിച്ചു, 1000 കൊല്ലം പിന്നെയും കത്തിച്ചു, 3000 കൊല്ലം കത്തിച്ച ചരിത്രം മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. നരകത്തിന്റെ ഭയാനകമായ അവസ്ഥകൾ അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ലൗ അന്ന സൗബൻ മിൻ അസ്വാബി അഹ്ലിന്നാർ, നരകക്കാരുടെ വസ്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരു വസ്ത്രം, നരകക്കാരെ വേണ്ട, നരകത്തിൽ ശിക്ഷിക്കുന്ന പാമ്പുകളും തേളുകളും വേണ്ട, നരകക്കാരായ ആളുകളുടെ ഒരു വസ്ത്രം, ഏതെങ്കിലും ഒരു വസ്ത്രം, ഈ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടക്ക് ഒറ്റ വസ്ത്രം, ഏതെങ്കിലും ഒരു നരകാവകാശിയുടെ ഒരു വസ്ത്രം അവിടെ കെട്ടിത്തൂക്കിയാൽ, ഈ ദുനിയാവിലുള്ള സകല സൃഷ്ടികളും മനുഷ്യരും എല്ലാ ജന്തുജാലങ്ങളും അതിന്റെ ദുർഗന്ധവും അതിന്റെ ചൂടും സഹിക്കവയ്യാതെ ലമാത്തോ ജമിയ, എല്ലാവരും ഉടൻ തന്നെ അപ്പോൾ തന്നെ മരിച്ചു പോകും നബിയെ. സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം, ചിന്തിക്കണേ, നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളുടെ വസ്ത്രം മാത്രം ഭൂമിയിലേക്ക് ഇറക്കണ്ട,
ഭൂമിയിലേക്ക് കൊണ്ടുവരണ്ട. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടക്ക് കെട്ടിയിട്ടാൽ മതി. സഹിക്കാൻ കഴിയാതെ ഭൂലോകത്തെ മുഴുവനും ജീവികൾ നശിച്ചൊടുങ്ങും, വംശനാശം സംഭവിക്കും, ഭൂമിയിലെ ജീവൻ മുഴുവനും നഷ്ടപ്പെടും. അത്ര ഭയാനകമാണത്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ലൗ അന്ന ദിറാഅം മിനസ് സിൽസില, നരകക്കാരെ സൃഷ്ടിക്കുന്ന ചങ്ങലയുടെ ഒരു കഷ്ണം, ഒരു മുഴം മാത്രം. നരകക്കാരെ സൃഷ്ടിക്കുന്ന കടുകടുത്ത ചങ്ങലകളുണ്ട് നബിയെ. അതിൽ നിന്ന് ഒരു മുഴം വലുപ്പത്തിലുള്ള ഒരു ചങ്ങലയുടെ ഒരു കഷ്ണം, ഒരു പൊട്ട് ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്നാൽ, എന്നിട്ട് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു മലയുടെ ഏറ്റവും വലിയ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചാലും ആ പർവ്വതത്തിന്റെ ആണിവേര്, ഏഴാം ഭൂമിയുടെ അടിവരെ, ഏറ്റവും വലിയ മലയുടെ മുകളിൽ കൊണ്ടുവച്ചാൽ പോലും ആ പർവ്വതം മുഴുവനും ഏഴാം ഭൂമിയുടെ അടിവരെ ഉരുകി ഒലിച്ചു പോകും നബിയേ. നരകത്തിന്റെ ചങ്ങലയുടെ ഒരു മുഴ കഷ്ണം ഭൂമിയിലേക്ക് കൊണ്ടുവന്നാൽ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ലഹാ സബ്അത്തു അബ്വാബ്, നരകത്തിന് 7 വാതിലുകളാണ് നബിയേ, 7 വാതിലുകളുണ്ട്. ഫഖാല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അഹിയക അബ്വാബിനാ അബ്വാബി ദുനിയ, ഈ ദുനിയാവിലെ നമ്മുടെയൊക്കെ വാതിലുകൾ പോലെയുള്ള വാതിലാണോ ജിബ്രീലേ? നരകത്തിന്റെ കവാടങ്ങൾ, നരകത്തിന്റെ വാതിലുകള് ദുനിയാവിലുള്ള വാതിലുകളെ പോലെയുള്ള വാതിലാണോ? ജിബ്രീൽ പറഞ്ഞു, അല്ല നബിയേ, ലാ മിൻ ബാബിൻ ഇലാ ബാബിൻ മസീറത്തു 70 സനാ, 70 കൊല്ലം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാനുള്ള വഴിദൂരമുണ്ട്. ഒരു വാതിലിന്റെയും മറ്റു വാതിലിന്റെയും ഇടക്കുള്ള വഴിദൂരം തന്നെ നബിയേ, ഒരു വാതിൽ മുതൽ മറ്റേ വാതിൽ വരെ. എന്നിട്ട് പറഞ്ഞു, കുല്ലു ബാബിൻ മിൻഹാ, ഓരോ വാതിലും, എല്ലാ വാതിലൂടെയും കയറി പോകുമ്പോ ചൂട് ഒരുപോലെയല്ല. നോക്കണേ, ശ്രദ്ധിക്കണം. നരകത്തിന്റെ ഓരോ വാതിലിലൂടെയും കയറി പോകുമ്പോ ചൂട് ഒരുപോലെയല്ല. കുല്ലു ബാബിൻ മിന്ന അശദ്ദു ഹർറൻ മിനല്ലദീ യലീ, ഒരു വാതിലിലെ ചൂട് അടുത്ത വാതിലിനേക്കാൾ ചൂട് കൂടിയതാണ്, അതിനോടടുത്തത് അതിനേക്കാൾ ചൂട് കൂടിയതാണ്, അതിനോടടുത്തത്. ഓരോ കവാടങ്ങളും ദുനിയാവിലെ കവാടം പോലെ ഒന്നിങ്ങനെ അങ്ങനെയല്ല. ഒരു വാതിലിന്റെ മുകളിലാണ് മറ്റൊരു വാതില്, അങ്ങനെ മുകളിലായിട്ടാണ് ഓരോ വാതില്. നരകത്തിന്റെ ഓരോ തട്ടുകളിലേക്കാണ്, നരകത്തിന്റെ ഭയാനകമായ 7 തട്ടുകളിലേക്കാണ് 7 വാതിലുകൾ. ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തു. ഓരോ വാതിലിന്റെയും ചൂട്, ഒരു വാതിലിന്റെ ചൂടിനേക്കാൾ 70 ഇരട്ടി അടുത്ത വാതിലിന്റെ ചൂട്, അടുത്ത വാതിലിന്റെ ചൂട് അതിനേക്കാൾ 70 ഇരട്ടി അപ്പുറത്തേക്ക്. നഊദുബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും അടിത്തട്ടിലേക്കുള്ള വാതില് നരകത്തിന്റെ അദ്ദർക്കുൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്കുള്ള വാതില്, അതിലാണ് ഏറ്റവും കഠിനമായ ചൂടുണ്ടാവുക ആ വാതിലൂടെ പ്രവേശിക്കുമ്പോ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്തു, യുസാഖു അഅദാഉല്ലാഹ്, ആ 7 വാതിലുകളിലേക്ക്, നരകത്തിന്റെ വാതിലുകളിലേക്ക് അള്ളാന്റെ ശത്രുക്കളെ, നരകാവകാശികളെ കുറിച്ച് ജിബ്രീൽ ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിക്കണേ. അള്ളാന്റെ ശത്രുക്കളെ, നരകത്തിലേക്കുള്ള ആളുകളെ മരിച്ചടച്ചിട്ടാണ് മലക്കൾ കൊണ്ടുപോവുക. എന്നിട്ട് ഫൈദന്തൗ ഇലാ ബാബിഹാ, നരകത്തിന്റെ വാതിൽക്കലെത്തുമ്പോ സബാനിയാക്കളായ മലക്കൾ അവിടെ അങ്ങനെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ട്? ബിൻ അഗ്ലാലി വസ്സലാസിൽ, നരകത്തിന്റെ അതിഭയാനകമായ ചങ്ങലകളെ കൊണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. മലായിക്കത്ത് മഹ്ശറ വൻസഭയിൽ നിന്ന് നരകം തീരുമാനിക്കപ്പെട്ട ആളുകളെ വലിച്ചഴച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് അടിച്ച് ചവിട്ടി ഉരുട്ടിയിട്ട് നരകത്തിന്റെ വാതിൽക്കലേക്ക് എത്തിക്കും. അവിടെ അതാണ് കാവൽ കാത്തിരിക്കുന്നു സബാനിയാക്കളായ മലക്കുകള്, ചങ്ങലകളുമായി, ശിക്ഷിക്കാനുള്ള ആയുധങ്ങളുമായി. എന്നിട്ട് അവരെന്താ ചെയ്യാന്നറിയോ? അവര് ചെയ്യുന്നത് സുബ്ഹാനല്ലാഹ്, ഫതുസ്ലിഖു സിൽസിലത ഫീ ഫമിഹി, നരകത്തിലെ ഭയാനകമായ ഒരു ചങ്ങല ഓരോ നരകാവാസിയുടെ വായയിലൂടെ കുത്തിത്തിരികും, കുത്തിക്കയറ്റും. എന്നിട്ട് അവന്റെ പിൻഭാഗത്തുകൂടെ, അവന്റെ മലദ്വാരത്തിലൂടെ ആ ചങ്ങല വലിച്ചെടുക്കും. ആദ്യം ചെയ്യുന്ന പണി, നരകത്തിന്റെ വാതിൽക്കലെത്തിയാൽ
നരകത്തിലെ ഒരു തീക്ഷ്ണമായ ചങ്ങല വായയിലൂടെ കുത്തിത്തിരുകിയിട്ട് അത് മലദ്വാരത്തിലൂടെ പുറത്തെടുക്കും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവർ ചെയ്യുന്നത് ഇടത്തെ കൈ ഇങ്ങനെ പെരടിയിലേക്ക് പിന്നിലേക്ക് ആ ചങ്ങല കൊണ്ട് ആ ചങ്ങലയുടെ ഒരു ഭാഗം കൊണ്ട് വലിച്ചു കെട്ടും. എന്നിട്ട് വലത്തെ കയ്യെ അവന്റെ ഉള്ളിലൂടെ അവന്റെ നെഞ്ചകത്തുകൂടെ ഉള്ളിലേക്ക് താഴ്ത്തിയിട്ട് പുറകിലേക്ക് വലത്തെ കൈയിന്റെ തല വലിച്ചെടുക്കും. എന്നിട്ട് അവിടെയും ചങ്ങല കൊണ്ട് വലിഞ്ഞു മുറുക്കും. എന്നിട്ടോ കൈകാലുകളൊക്കെ നരകത്തിന്റെ ചങ്ങലകൾ കൊണ്ട് അങ്ങനെ ഉള്ളിലൂടെ പുറത്തോടെ വലിച്ചു പൂട്ടിയിട്ട് എന്നിട്ട് വലിഞ്ഞു മുറുക്കിയിട്ട് അവന്റെ ചങ്ങലക്കൊപ്പം അവനെ പഴപ്പിച്ച അവന്റെ ശൈത്താനെയും വരിഞ്ഞു മുറുക്കും. ഓരോരുത്തരുടെ കൂടെ, ഓരോ നരകാവകാശിയുടെ കൂടെ മുത്തനബി പഠിപ്പിച്ചു, കഠിനമായ ശിക്ഷിക്കാൻ ചുട്ടുപഴുപ്പിക്കപ്പെടുന്ന ഒരു കല്ലുണ്ടാകും, ഒരു ശൈത്താനും ഉണ്ടാകും. ഓരോ നരകാവകാശിയുടെ കൂടെ ഒരു ശൈത്താനും ഉണ്ടാകും, ഒരു കല്ലും ഉണ്ടാകും, നരകത്തിലെ പഴുപ്പിക്കാനുള്ള കല്ല്. ഈ ചങ്ങലകളിൽ ഈ ശൈത്താനെയും കല്ലിനെയും ഒക്കെ വരിഞ്ഞു മുറുക്കിയിട്ട് എന്നിട്ട് ആ നരകത്തിലേക്ക് വലിച്ചിറക്കാൻ പോകുന്ന മനുഷ്യന്റെ മുഖം, അവന്റെ മുഖം നിലത്തേക്ക് ഈ മലക്കുകൾ, സബാനിയാക്കളായ മലക്കൾ, ഒരു കരുണയുടെ തരിമ്പില്ലാത്ത മലക്ക് നിലത്തേക്ക് ഇടിച്ചു താഴ്ത്തും. നിലത്തിട്ട് എന്നിട്ട് മലക്കൾ അവനെ അടിച്ച് ഈ ചങ്ങലക്കെട്ട് വലിച്ച് അടിച്ച് തെളിച്ചിട്ടാണ് ഭയാനകമായ നരകത്തിലേക്ക് കൊണ്ടുപോയി ഓരോ കവാടങ്ങളിലൂടെ തള്ളുക. സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു ജിബ്രീലിനോട്, ജിബ്രീലേ, മൻ സുക്കാനു ഹാദിൽ അബ്വാബ്, ആ 7 വാതിലുകളിലൂടെ ആരൊക്കെയാണ് കയറുക? ആർക്കൊക്കെയാണ് ആ വാതിലുകള്? നോക്കണേ, ശ്രദ്ധിക്കണേ, ഉറങ്ങരുതേ. ശ്രദ്ധിക്കണേ. മഹാനായ ജിബ്രീൽ പരിചയപ്പെടുത്തി കൊടുത്തു മുത്തുനബിയെ, അമ്മൽ ബാബുൽ അസ്ഫൽ, ഏറ്റവും അടിത്തട്ട്, നരകത്തിന്റെ അടിത്തട്ട് മുനാഫിഖുകൾക്കുള്ള തട്ടാണത്. ആ അടിത്തട്ടിലുള്ള വാതിൽ ഫഫീഹിൽ മുനാഫിഖൂൻ, അതിലൂടെ മുനാഫിഖീങ്ങളാണ് കടന്നു പോവുക. വാലു ഫിറഔൻ, ഫിറഔന്റെ ആളുകൾ, ഫിറഔനും ഫിറഔന്റെ കൂട്ടരും ആ ഏറ്റവും അടിത്തട്ടിലാണ് കടന്നു പോവുക. ഫിറഔനിയത്ത് ബാധിച്ചവര്, അങ്ങനെയുള്ള ആളുകൾ. നഊദു ബില്ലാഹ്. വസ്മുഹാ, ആ വാതിലിന്റെ പേരാണ് അൽ ഹാവിയ. ജിബ്രീൽ പരിചയപ്പെടുത്തി കൊടുത്തു, ആ വാതിലിന്റെ പേരാണ് അൽ ഹാവിയ. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്കുള്ള അൽ ഹാവിയ എന്ന വാതില്. വൽ ബാബു സാനി, രണ്ടാമത്തെ വാതില് ഫീൽ മുശ്രിക്കൂന, മുശ്രിക്കീങ്ങൾ അതിലൂടെയാണ് കടന്നു പോവുക. ഇസ്മുഹു, ആ വാതിലിന്റെ പേരാണ് അൽ ജഹീം. വൽ ബാബു സാലിസു, മൂന്നാമത്തെ വാതില് ഫീഹി സാബിഊന വസ്സായിബൂന, അതിലാണ് വിഗ്രഹാരാധകരായ ആളുകളൊക്കെ, അതിന്റെ പേരാണ് ഇസ്മു സഖർ. സഖർ എന്നത് നഊദു ബില്ലാഹ്, നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തിയവര്, അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കാത്ത ആളുകള്, അല്ലാഹുവേ പടച്ച റബ്ബേ കാത്തുരക്ഷിക്കണേ അല്ലാഹ്, അങ്ങനെയുള്ള ആളുകൾ സഖറിലൂടെ പോകുമെന്നൊരു ഹദീസിൽ കാണാം. വൽ ബാബു റാബിഉ, നാലാമത്തെ വാതില്, അതിലൂടെയാണ് ഫീഹി ഇബ്ലീസ്, ഇബ്ലീസിനെ നാലാമത്തെ വാതിലൂടെയാണ് കയറ്റുക. ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം, ഇവിടെ ഒരു കാര്യം ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഇബ്ലീസിനെ പോലും കയറ്റുന്നത് നാലാമത്തെ വാതിലൂടെയാണ്. ഏറ്റവും അടിത്തട്ടിലേക്കാണ് മുനാഫിഖീങ്ങളുടെ പ്രവേശനം. ഇബ്ലീസിനേക്കാൾ വലിയ ശിക്ഷയാണ് മുനാഫിഖീങ്ങൾക്ക് കിട്ടുന്നത്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നാലാമത്തെ വാതിലൂടെ ഇബ്ലീസിനെ കയറ്റും. മമൻ തബിയു, ഇബ്ലീസിനെ പിൻപറ്റിയവരെ. വൽ മജൂസ്, മജൂസികളെ, അഗ്നി ആരാധകരെ, തീനെ ആരാധിച്ചിരുന്നവരെ. ഇസ്മുഹു ലലാ, ആ വാതിലിന്റെ പേരാണ് ലലാ. വൽ ബാബുൽ ഖാമിസ്, അഞ്ചാമത്തെ വാതില് ഫീഹിൽ യഹൂദ്, അതിലൂടെയാണ് യഹൂദികൾ, ജൂതന്മാര് കടന്നു പോവുക. ഇസ്മു അൽ ഹുതമ, ആ വാതിലിന്റെ പേരാണ് ഹുതമ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ. ജൂതന്മാര്, അതേപോലെ ജൂതായിസത്തിന്റെ സ്വഭാവമുള്ള ആളുകളാണ് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് പറയുന്ന സൂറത്തിലൂടെ റബ്ബ് പരിചയപ്പെടുത്തിയ വിഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആ ആളുകളെ ഹുതമ എന്ന വാതിലൂടെയാണ് പ്രവേശിപ്പിക്കുക. വൽ ബാബു സാദിസു, ആറാമത്തെ വാതില്
ഫീഹിൻ നസാറ, അതിലൂടെ നസാറാക്കളെ പ്രവേശിക്കുക. ഇസ്മു സഈർ, അതിന്റെ പേരാണ് സഈർ അല്ലേ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട്, നരകത്തിന്റെ 7 തട്ട് അല്ലേ, 7 തട്ട്. ഏറ്റവും മുകളിലത്തെ തട്ടിൽ ആരാണ്? അവിടെ ആരാണ്? പിന്നെ ആരാണ്? നസാറയാണ്. പിന്നെ ആരാണ്? യഹൂദികളാണ്. ഇതേപോലെ അവസാനം മുനാഫിഖുകളെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും മുകളിലത്തെ തട്ടിൽ ആരാ? ഏറ്റവും മുകളിലത്തെ തട്ടിലേക്കുള്ള വാതിലിലൂടെ ആരാണ് പ്രവേശിക്കുക? 6 വാതിൽ ജിബ്രീൽ പറഞ്ഞു. ചിന്തിക്കണേ, ശ്രദ്ധിക്കണേ. 6 വാതിൽ പറഞ്ഞു. 6 വാതിലിലൂടെ പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ചും പറഞ്ഞു. സുമ്മ അംസക ജിബ്രീൽ, പിന്നെ ജിബ്രീൽ മിണ്ടുന്നില്ല. 7ാമത്തെ വാതിൽ ഏതാ എന്ന് പറയുന്നില്ല. 7ാമത്തെ വാതിലിലൂടെ ആരാണ് പ്രവേശിക്കുക എന്ന് പറയുന്നില്ല. ജിബ്രീൽ മിണ്ടാതിരിക്കുകയാണ്. ഹയാ മിർ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ തലതാഴ്ത്തി ജിബ്രീൽ ലജ്ജയോടെ തലതാഴ്ത്തിയിട്ട് ജിബ്രീലിന് മിണ്ടാൻ കഴിയുന്നില്ല. മഹാനായ മുത്തുനബി ചോദിച്ചു ജിബ്രീലേ, യാ ജിബ്രീൽ അലാ തുഖ്ബിറുനി മിൻ സുക്കാനിൽ ബാബിസ് സാബി, 7ാമത്തെ വാതിലുണ്ട് എന്ന് പറഞ്ഞല്ലോ, 7ാമത്തെ വാതിലിലൂടെ ആരാണ് പ്രവേശിക്കുക എന്ന് എന്തേ എന്നോട് പറഞ്ഞു തരാത്തത് ജിബ്രീലേ? ആരാണ് 7ാമത്തെ വാതിലിലൂടെ പ്രവേശിക്കുക? അല്ലാഹുവിന്റെ റസൂലേ, അത് അങ്ങയോട് പറയാൻ എനിക്ക് വല്ലാത്ത ധൈര്യമില്ല, എനിക്ക് ലജ്ജയാണ് നബിയെ, അങ്ങയുടെ മുഖത്ത് നോക്കി അത് പറയാൻ എനിക്ക് കഴിയുന്നില്ല, അതാണ് ഞാൻ മിണ്ടാതിരുന്നത്. ആരാണ് ജിബ്രീലേ? ആരാണ് ജിബ്രീലേ? ഫഖാല ജിബ്രീൽ, അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മുത്തുനബിയെ, അല്ലാഹുവിന്റെ റസൂലേ, അത് പറയുമ്പോ അങ്ങ് ബേജാറാവരുത്, അങ്ങ് വേദനിച്ചു പോകരുത്. എന്നാലും ഞാൻ പറയട്ടെ, ഫീഹി അഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തിക യാ റസൂലല്ലാഹ് അല്ലദീന മാതു വലം യതൂബൂ. നബിയെ, അങ്ങയുടെ ഉമ്മത്താണത്, അങ്ങയുടെ സമുദായമാണത്. അവർ ഹറാമുകൾ, തെറ്റുകുറ്റങ്ങൾ ചെയ്തു, അങ്ങനെ മരിച്ചു. വലം യതൂബൂ, തൗബ ചെയ്യാതെ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യാതെ, തെറ്റുകുറ്റങ്ങൾ, ഹറാമുകൾ ചെയ്ത് ജീവിച്ച തമ്മാടികളായ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞപ്പോ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോഴേക്ക് ഫഖറൻ നബിയ്യു മഗ്ശിയൻ അലൈഹി, അല്ലാഹുവിന്റെ റസൂൽ വല്ലാത്ത ഒരവസ്ഥയില് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തളർന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ തളർന്നുപോയി. ഇവിടെ ഉപയോഗിച്ച വാചകം ഫഖറൻ നബിയ്യു മഗ്ശിയൻ അലൈഹി എന്നാണ്. റസൂലുള്ള ബോധരഹിതനായി പോയി എന്നാണ്. നമ്മെപ്പോലെയുള്ള ബോധക്കേടല്ല. അങ്ങനെ ബോധക്കേട് മുത്തുനബിക്ക് ബാധിക്കുകയില്ല. നമ്മെപ്പോലെയുള്ള ബോധക്ഷയം റസൂലുള്ളാഹിക്ക് ബാധിക്കുകയില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ടപ്പോ തളർന്നുപോയി. എന്റെ ഉമ്മത്ത് ജഹന്നമിലേക്ക്, പാപം ചെയ്ത എന്റെ സമുദായം നരകത്തിലേക്ക് പോകുമെന്ന് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ തളർന്നുപോയി. റസൂലുള്ള തളർന്നപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്നും മിണ്ടുന്നില്ല. റസൂലുള്ള തളർന്നുപോയി. മുത്തുനബിക്കൊന്നും മിണ്ടാൻ പോലും കഴിയുന്നില്ല. ഫവദാ ജിബ്രീൽ റഅസഹു അലാ ഹിജ്രി, ജിബ്രീൽ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ജിബ്രീൽ യഥാർത്ഥ രൂപത്തിൽ വളരെ ചുരുങ്ങിയ സമയത്തെ വന്നിട്ടുള്ളൂ. മിക്കവാറും സമയത്ത് മനുഷ്യന്റെ രൂപത്തിലാ ജിബ്രീൽ വരാറുള്ളത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഫവദാ ജിബ്രീൽ റഅസഹു അലാ ഹിജ്രിഹി, മുത്തുനബിയുടെ മടിത്തട്ടില്, റസൂലുള്ളാഹിന്റെ കാൽത്തുടകളില് ജിബ്രീൽ അങ്ങനെ തലവെച്ചു. ജിബ്രീൽ, മുത്തുനബിയെ എന്താ മിണ്ടാത്തത്? അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് തളർന്നു പോയോ? അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ തളർച്ചയൊക്കെ നീങ്ങി. റസൂലുള്ള സംസാരിക്കാൻ തുടങ്ങി. റസൂലുള്ള ചോദിച്ചു, യാ ജിബ്രീൽ, ജിബ്രീലേ, എനിക്ക് സഹിക്കാൻ കഴിയാഞ്ഞാ ഞാൻ തളർന്നു പോയത്. അദമത്തെ മുസീബത്തിൽ, എന്തൊരു വലിയ മുസീബത്താണ് എനിക്കെത്തിയത്. വസ്തദ്ദ ഹുസ്നി, എനിക്ക് ദുഃഖം സഹിക്കാൻ വയ്യ ജിബ്രീലേ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ജിബ്രീലേ. ഹവയദ്ഖുലു അഹദും മിൻ ഉമ്മത്തി അന്നാർ, എന്റെ സമുദായം, എന്റെ ഉമ്മത്തിൽപ്പെട്ട സാധുക്കള്, പാവങ്ങള്, അവർ പാപം ചെയ്തതിന്റെ പേരിലാണെങ്കിലും നരകത്തിൽ കിടക്കുന്നത് ആലോചിച്ച് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല നബിയേ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹ് ജിബ്രീലേ എന്ന് വിളിച്ചു പറയുമ്പോ ഫബക്കാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞു പോയി. റസൂലുള്ളാഹിന്റെ കരച്ചിൽ താങ്ങാൻ കഴിയാതെ വബക്കാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമും കരഞ്ഞുപോയി, ജിബ്രീലും കരഞ്ഞുപോയി. സുമ്മ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻസിലഹു, പിന്നെ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് പോയി. ശ്രദ്ധിക്കണം, ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പിന്നെ വീട്ടിലേക്ക് കയറി, മുത്തുനബി വീട്ടിലേക്ക് കയറി. വഹ്തജബ അനിന്നാസ്, ജനങ്ങളിലേക്ക് പിന്നെ വരുന്നില്ല, ജനങ്ങളോട് സംസാരിക്കാൻ വരുന്നില്ല. ഫകാന ലാ യഖ്റുജു ഇല്ലാ ഇല സ്വലാത്തി യുസല്ലി,
അള്ളാന്റെ റസൂൽ മദീനത്തെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരും, ഇമാമത്ത് നിൽക്കും, റസൂലുള്ള വീട്ടിലേക്ക് കയറും. വയദ്ഖുലു വലാ യുകല്ലിമു അഹദാ, ഒരാളോടും സംസാരിക്കുന്നില്ല. മുത്തുനബിയുടെ പതിവൊക്കെ മാറി. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂൽ പലപ്പോഴും നല്ല സന്തോഷത്തില് സ്വഹാബത്തിന് വഅദ് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്, സ്വഹാബത്തിനോട് സംസാരിക്കാറുണ്ട്. പക്ഷേ റസൂലുള്ള നിസ്കാരത്തിന്റെ സമയത്ത് മാത്രം വരുന്നു, ഒരാളോടും പള്ളിയിൽ നിന്നും മിണ്ടുന്നില്ല. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് കയറി വാതിലടച്ചു, ഒരാളോടും സംസാരിക്കുന്നില്ല. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസവും കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മുത്ത് നബിയോടുള്ള മഹബത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അള്ളാന്റെ റസൂൽ നിസ്കരിക്കാം, രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഓരോ ദിവസം കഴിയുമ്പോൾ നിസ്കാരത്തിൽ തന്നെ അള്ളാന്റെ റസൂല് നിസ്കാരത്തിൽ നിസ്കരിക്കാൻ തുടങ്ങിയാൽ മുമ്പില്ലാത്ത നിസ്കാരത്തിൽ വല്ലാത്ത കരച്ചിലാണ്. നിസ്കാരത്തിന്റെ സുജൂദിൽ കടന്നുകൊണ്ടും നിസ്കാരം കഴിഞ്ഞാലും നിസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിലും നിസ്കാരം കഴിഞ്ഞാലൊക്കെ അള്ളാഹിനോട് ഒരുപാട് മുമ്പത്തെക്കാൾ ദുആ ചെയ്യുന്നുണ്ട്. അള്ളാന്റെ റസൂല് റബ്ബിനോട് ദുആ ചെയ്യുന്നുണ്ട്, നിസ്കാരത്തിൽ വല്ലാതെ കരയുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിലേക്ക്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. സഹാബത്തൊക്കെ വല്ലാത്ത ബേജാറായി. എന്താണ് റസൂലുള്ളാഹിക്ക് പറ്റിയത്? എന്താണ് മുത്തുനബിക്ക് താങ്ങാൻ കഴിയാത്ത ഇത്ര വലിയ ദുഃഖം? എല്ലാവരും കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. സിദ്ദീഖ് തങ്ങളെ, നിങ്ങളൊന്ന് ചെല്ലണം, നിങ്ങൾ മുത്തുനബിയോട് അടുപ്പമുള്ളയാളല്ലേ, എന്താണ് റസൂലുള്ളാഹിന്റെ വേദന എന്ന് അന്വേഷിക്കണം. അങ്ങനെ ഫലമ്മാ കാനൽ യൗമു സാലിസു അഖബല അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹത്താ വഖഫ ബിൽ ബാബ്, വാതിൽക്കൽ ചെന്ന് സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ബൈത്ത്. റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞു വാതിലിന്റെ പുറത്ത് നിന്നിട്ട്. എന്നിട്ട് വീട്ടുകാരോട് സലാം പറഞ്ഞു. പക്ഷേ വാതിൽ തുറക്കുന്നില്ല, വാതിൽ തുറക്കുന്നില്ല. ഹൽ ഇലാ റസൂലില്ലാഹി സബീൽ, മുത്തുനബിയെ കാണാൻ വല്ല വഴിയുമുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വാതിൽക്കൽ നിന്നിട്ട് ചോദിച്ചു. പക്ഷേ ഫലം യുജിബുഹു അഹദുൻ, ഒരക്ഷരം അകത്ത് നിന്ന് കേൾക്കുന്നില്ല, ആരും വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. ഫതനഹാ ബാക്കിയ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു മടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു മടങ്ങി. പിന്നെ ഫഅഖബല ഉമർ റളിയല്ലാഹു തആല അൻഹു, സിദ്ദീഖ് തങ്ങൾ വല്ലാതായി. കാരണം ഞാൻ റസൂലുള്ളാഹിക്ക് ചെന്ന് സലാം പറഞ്ഞു, സലാം അടക്കിയോ എന്നറിയില്ല, ഞാൻ കേട്ടില്ല. ഞാൻ വാതിൽ തുറക്കാൻ മുത്തുനബിയെ കാണാൻ ആവശ്യപ്പെട്ടു, പക്ഷെ ഒരു പ്രതികരണവുമില്ല. വേദനിച്ച് സിദ്ദീഖ് തങ്ങൾ മടങ്ങി. രണ്ടാമത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചെന്നു. അതേപോലെ തന്നെ ഒരു പ്രതികരണവുമില്ല, ഒരു അനക്കവുമില്ല. അങ്ങനെ മഹാന്മാരായ പല സഹാബിമാരും പോയി. അവസാനം ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി, ഫഅഖബല സൽമാനുൽ ഫാരിസി, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ചെന്നു, സലാം പറഞ്ഞു, വിളിച്ചു. പക്ഷേ സൽമാനുൽ ഫാരിസി അവരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ തളർന്നു. ബഹുമാനപ്പെട്ട ഒരു തളർന്നു വീണു, പിന്നെയും എഴുന്നേറ്റു, പിന്നെയും പോയി. എന്നിട്ട് അവസാനം ഒരു പ്രതികരണവുമില്ല എന്ന് കണ്ടപ്പോ മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു ഹത്താ അതാ ബൈത ഫാത്തിമ, മഹദിയായ ഫാത്തിമ ബിയുടെ വീട്ടിലേക്ക് ചെന്നു. ഫാത്തിമ ബിയുടെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് വിളിച്ചു, യബ്നത റസൂലില്ലാഹ്, മുത്തുനബിയുടെ പൊന്നാര മോളായ ഫാത്തിമ ബീവിയെ, പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയെ, ഞങ്ങൾ സങ്കടം പറയാൻ വന്നതാണ്. അള്ളാന്റെ റസൂൽ 2-3 ദിവസമായി ഞങ്ങളോട് സംസാരിക്കുന്നില്ല. നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി വാതിലടച്ചു. എന്താണ്, ഞങ്ങളോട് പിണങ്ങിയതാണോ? എന്താണ് മുത്തുനബിയുടെ വിഷമം എന്നറിയില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് മുത്തുനബിയുടെ അടുത്തേക്ക് ചെല്ലണം, എന്നിട്ട് അതിന്റെ കാര്യമെന്ന് അന്വേഷിക്കണം. മഹദിയായ ഫാത്തിമ ബീവി വന്നു. ഫാത്തിമ ബീവി വന്നുകൊണ്ട്, യാ റസൂലല്ലാഹ് അന ഫാത്തിമ, അള്ളാന്റെ റസൂലേ ഞാൻ ഫാത്തിമയാണ്, ഞാൻ ഫാത്തിമയാണ്. അള്ളാന്റെ റസൂൽ ഫാത്തിമയാണെന്ന് അറിഞ്ഞപ്പോ മുത്തുനബിക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള കരളിന്റെ കഷ്ണമായ ഖിത്അത്തും മിൻ കബദി, എന്റെ കരളിന്റെ കഷ്ണമാണ്. മാ ബാലു ഖുറത്തു ഐനി ഫാത്തിമ, എന്റെ കണ്ണിന്റെ കൺകുളിർമയാണ് ഫാത്തിമ. എന്തേ മോള് വന്നത്, എന്തേ പൊന്നമോള് വന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഫാത്തിമ ബീവി വീട്ടിലേക്ക് കയറി. ഫാത്തിമ ബീവി വീട്ടിലേക്ക് കയറി, മുത്തുനബിയുടെ വീട്ടിലേക്ക് കയറി. അള്ളാന്റെ റസൂലിനോട് സലാം പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം മടക്കി. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ മുഖം വല്ലാതെ തെളിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ വീണു. വറസൂലുള്ളാഹി സാജിദുൻ യബ്കി, മഹാനായ മുത്തുനബി സുജൂദിൽ കടന്നുകൊണ്ട് കരയുകയാണ്.
ഫാത്തിമ ബീവി കാണുന്ന കാഴ്ചയാണ്. സുജൂദിൽ കിടന്നുകൊണ്ട് കരയുകയാണ്. അങ്ങനെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റു. മഹദിയായ ഫാത്തിമ ബീവി സുജൂദൊക്കെ കഴിഞ്ഞപ്പോ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഇതെന്താണ്? ബക്കത്ത് ബുക്കാൻ ശദീദാ. ഫാത്തിമ ബീവി ആ കാഴ്ച കണ്ട് വല്ലാതെ കരഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ക്ഷീണിച്ചിരിക്കുന്നു. മുത്തുനബിയുടെ മുഖമൊക്കെ വിവർണമായി തളർന്നു പോയിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ കണ്ണുനീരൊലിച്ച് താടിയിലൂടെയൊക്കെ കണ്ണുനീര് ഒഴുകിയിട്ട് വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് നബിയെ കരയുന്നത്? ഫാത്തിമ ബീവി കരഞ്ഞു, വല്ലാതെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തിനാ റസൂലേ ഇങ്ങനെ കരയുന്നത്? എന്താണ് അങ്ങേക്ക് പറ്റിയത്? എന്താണ് അങ്ങേക്ക് പറ്റിയത്? മല്ലദീ നസല അലൈക യാ റസൂലല്ലാഹ്, എന്താണ് അങ്ങേക്ക് പറ്റിയത്? എന്താണ് അങ്ങ് ഇങ്ങനെ കരയുന്നത്? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ഫാത്തിമ, യാ ഫാത്തിമ, പൊന്നുമോളെ, ജാനി ജിബ്രീൽ, ജിബ്രീൽ എൻ്റെ അടുത്ത് വന്നിരുന്നു മോളെ. വസഫലി അബ്വാബ ജഹന്നമ, ജഹന്നമിന്റെ വാതിലുകളെ കുറിച്ച്, നരകത്തിന്റെ വാതിലുകളെ കുറിച്ച് എന്നോട് പറഞ്ഞു മോളെ. വഅഖ്ബറനി, എന്നോട് പറഞ്ഞു തന്നു, അന്നഫി അലാ ബാബിഹാ, ഏറ്റവും മുകളിലത്തെ വാതിലിലൂടെ, ഏറ്റവും മുകളിലത്തെ വാതിലിലൂടെ അഹ്ലുൽ കബായിർ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ പാപികൾ കടക്കുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഫദാലിക്കല്ലദീ അബ്കാനി വഅഹ്സനനി, അത് സഹിക്കാൻ കഴിയാതെ, ആ ദുഃഖം സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ കരഞ്ഞത്. അതാണ് ഞാൻ തളർന്നത്. എനിക്ക് താങ്ങാൻ വയ്യ ഫാത്തിമ, എനിക്ക് സഹിക്കാൻ വയ്യ ഫാത്തിമ. എന്റെ ഉമ്മത്ത് നരകത്തിലേക്ക് പ്രവേശിക്കുമെന്ന വാർത്ത അറിഞ്ഞപ്പോ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അത് കേട്ടപ്പോ വേദനിച്ചു. ഫാത്തിമ ബീവിയും കരഞ്ഞു. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ജിബ്രീൽ അങ്ങയുടെ ഉമ്മത്തിൽ ആര് കടക്കുമെന്നാ പറഞ്ഞത്? ഫാത്തിമ, പാപികള്, വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്ത ആളുകള്, തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകളാണ് ആ വാതിലൂടെ കടക്കുക എന്ന് പറഞ്ഞു. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പിന്നെയും ചോദിച്ചു, ജിബ്രീൽ എങ്ങനെയാണ് പറഞ്ഞു തന്നത്? ജിബ്രീൽ എങ്ങനെയാണ് പറഞ്ഞു തന്നത്? അവരെ എങ്ങനെയാണ്, ഈ ഉമ്മത്തിന്റെ മുത്തുനബിയെ, അങ്ങയുടെ ഉമ്മത്തിലെ പാപികളെ എങ്ങനെയാണ് ആ വാതിലിലൂടെ, ആ മുകളിലത്തെ വാതിലിലൂടെ നരകത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോവുക? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, പൊന്നുമോളെ ഫാത്തിമ, തസൂഖുഹുൽ മലായിക, മലക്കുകൾ അവരെ കൊണ്ടുപോകും ഇലന്നാരി, നരകത്തിലേക്ക്. പക്ഷേ വലാ തുസവ്വദു വുജൂഹും, അവരുടെ മുഖം കരുവാളിച്ചു പോവുകയില്ല. ചിന്തിക്കണം, ചിന്തിക്കണം. വലാ തുസ്റഖു അയ്യുനുഹും, അവരുടെ കണ്ണുകൾക്ക് നീലനിറം ബാധിച്ചു കാണില്ല. വലാ യുഖ്തമു അലാ അഫ്വാഹിം, അവരുടെ വായകൾക്ക് സീല് വെച്ച് പൂട്ടുകയില്ല. വലാ യുഖ്റനൂന മഅ ശയാത്തീൻ, അവരോടുകൂടെ ശൈത്താന്മാരെ കെട്ടിയിടുകയില്ല. വലാ യുദഉ അലൈഹിമു സലാസിലു വൽ അഗ്ലാൽ, ചങ്ങല കൊണ്ട് അവരെ ബന്ധിക്കുകയില്ല. നോക്കണേ, മറ്റാറ് തട്ടുകളിൽ വായയിലൂടെ ചങ്ങല കയറ്റിയിട്ട് പുറകിലൂടെ വലിച്ചു കെട്ടും, ശൈത്താന്മാരെ കൂട്ടിക്കെട്ടും, മുഖം കരിവാളിക്കും, കണ്ണ് നീലച്ചു പോയിട്ടുണ്ടാകും, വായക്ക് സീല് വെച്ച് കാണും, ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ എന്റെ ഉമ്മത്തിന്, എന്റെ സമുദായത്തെ, റസൂലുള്ളാഹി പറയുകയാണ്, എന്റെ സമുദായത്തെ നരകത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോ ഈ ഉമ്മത്തിനോട്, മുത്തുനബിയോടുള്ള ബഹുമാനം കാരണത്താൽ ശൈത്താന്മാരെ കൂട്ടിക്കെട്ടുന്നില്ല, ചങ്ങല വായിലൂടെ കയറ്റി വലിച്ചു കെട്ടുന്നില്ല. ഇങ്ങനെയുള്ള ശിക്ഷകളൊന്നും ഇല്ലാതെ തന്നെയാണ് ഫാത്തിമ അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുക. പക്ഷേ എന്നാലും അവർ നരകത്തിലേക്ക് പോകുമല്ലോ. അള്ളാന്റെ റസൂലെ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുക? യാ റസൂലല്ലാഹ്, കൈഫ തഖൂദുൽ മലായികത്തു, അപ്പൊ മലക്കൾ പിന്നെ എങ്ങനെയാ, ചങ്ങലയൊന്നുമില്ലാതെ എങ്ങനെയാ അവരെ കൊണ്ടുപോകുക? ഫാത്തിമ ബിവി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അമ്മ റിജാൽ, പുരുഷന്മാരാണെങ്കിൽ ഫബില്ലുഹ, അവരുടെ താടിക്ക് പിടിച്ചുകൊണ്ട് മലക്കൾ വലിച്ചു കൊണ്ടുപോകും. വഅമ്മൻ നിസാഉ, സ്ത്രീകളാണെങ്കിൽ വബിസവാഇബി വബിന്നവാസി, അവരുടെ മുടിക്കെട്ടുകളും അവരുടെ മൂർധാവിലും പിടിച്ചിട്ട് നരകത്തിൽ വലിച്ചഴിച്ചു കൊണ്ടുപോകും എന്റെ ഉമ്മത്തിനെ. അപ്പോൾ അവര് നിലവിളിക്കും, വാ മുഹമ്മദാ, വാ മുഹമ്മദാ, വാ മുഹമ്മദാ എന്ന് പറഞ്ഞ് ബേജാറായി അവർ നിലവിളിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ മലക്കൾ അങ്ങനെ മുടിക്കെട്ടിന് പിടിച്ചിട്ട് താടിക്ക് പിടിച്ച് ഈ ഉമ്മത്തിനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അവര് മാലിക്കനെ കാണും. നരക കാവൽക്കാരനായ മാലിക്കനെ കാണുമ്പോ പേടിച്ച് തളർന്നു പോകും, പേടിച്ച് തകർന്നു പോകും. നമ്മൾ പറഞ്ഞില്ലേ, മാലിക്കനെ കണ്ടാൽ നരകം പോലും പേടിച്ചു പോകും. പിന്നെ നമ്മളോ, മനുഷ്യരോ, മാലിക്കനെ കാണുമ്പോ പേടിച്ച് തളർന്നു പോകും. അതുവരെ വാ മുഹമ്മദാ, വാ മുഹമ്മദാ, മുത്തുനബിയെ എന്ന് വിളിച്ചിരുന്ന അതൊക്കെ ആ മിണ്ടാട്ടമില്ലാതാവും.
തളർന്നു പോകും, പേടിച്ച് തകർന്നു പോകും. മാലിക് ചോദിക്കും, ഗൗരവത്തിൽ ഉച്ചത്തിൽ ചോദിക്കും, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? എന്റെ ഈ നരകത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുമ്പോ ചങ്ങലക്ക് കെട്ടാറുണ്ട്, നിങ്ങളെ ചങ്ങലക്ക് കെട്ടിയിട്ടില്ലല്ലോ, നിങ്ങളാരാണ്? നിങ്ങളുടെ കൂടെ ശൈത്താന്മാരില്ലല്ലോ, നിങ്ങളാരാണ്? നിങ്ങളുടെ വായക്ക് സീല് വെച്ചിട്ടില്ലല്ലോ, നിങ്ങളാരാണ്? അപ്പോ ഞങ്ങൾ ഉമ്മത്ത് മുഹമ്മദാണെന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അവര് റസൂലുള്ളാഹിനെ പോലും മറന്നുപോയിട്ടുണ്ടാകും. മാലിക്കിനെ കണ്ട് പേടിച്ചിട്ട് നഹ്നു മിമ്മൻ അൻസല അലൈനൽ ഖുർആൻ, ഞങ്ങൾ ഖുർആൻ ഇറങ്ങിയ കൂട്ടരാണ്, ഖുർആൻ ഞങ്ങൾക്കുണ്ടായിരുന്നു, ഖുർആൻ പഠിച്ചവരാ, ഞങ്ങൾ ഖുർആൻ ഓതിയവരാണ്, ഖുർആനിലെ ആയത്തുകൾ കേട്ടവരാണ്. വനഹ്നു മിമ്മൻ യസൂമു റമദാൻ, റമദാൻ മാസത്തിൽ ഞങ്ങൾ നോമ്പെടുത്തിരുന്ന ആളുകളാണ്. മാലിക് ചോദിക്കും, മാ ഉൻസലൽ ഖുർആൻ ഇല്ലാ അലാ ഉമ്മത്തി മുഹമ്മദിൻ, മുഹമ്മദ് നബിക്കല്ലേ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളൂ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനല്ലേ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളൂ. റമദാൻ മാസത്തിലെ 30 ദിവസത്തെ നോമ്പ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനല്ലേ? അതുകൊണ്ട് നിങ്ങൾ മുത്ത് നബിയുടെ ഉമ്മത്താണോ മുഹമ്മദ് നബിയുടെ ഉമ്മത്താണോ? മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോ ഫൈദാ സമിഉ ഇസ്മ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോ സാഹൂ, അവരെ അട്ടഹസിക്കും, അവര് ഒച്ചയിടും, അതേ ഉമ്മത്ത് മുഹമ്മദ്, ഞങ്ങൾ ഉമ്മത്ത് മുഹമ്മദാണ്, ഞങ്ങൾ ഉമ്മത്ത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നരകത്തിലേക്ക് അവരെ കൊണ്ടുപോയി തള്ളാൻ, നരകത്തിന്റെ ആ തെല്ലിലേക്ക് കൊണ്ടുപോയി അവര് നരകത്തിന്റെ ആഴം കാണുമ്പോ, നരകത്തിന്റെ അഗാധത കാണുമ്പോ, നരകത്തിന്റെ വിശാലത കാണുമ്പോ, നരകത്തിന്റെ ശിക്ഷകൾ കാണുമ്പോ അവര് നിലവിളിക്കും, കരയും, നിലവിളിച്ച് കരയും. അപ്പൊ മാലിക് പറയും, മാ അഹ്സന മിൻ ഹാദൽ ബുക്കാ, ഇപ്പോഴാണോ നിങ്ങൾ കരയുന്നത്? ഈ നരകം കാണുമ്പോഴാണോ നിങ്ങൾ കരയും? മാ അഹ്സന ഹാദൽ ബുക്കാ ലൗ കാന ഫിദ് ദുനിയാ, ഈ കരച്ചിൽ ദുനിയാവിൽ കരഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മാ അഹ്സന ഹാദൽ ബുക്കാ, എത്ര നന്നായിരുന്നു ഈ കരച്ചില്. ലൗ കാന ഫിദ് ദുനിയാ, നിങ്ങൾ ദുനിയാവിൽ വെച്ച് അല്ലാഹനെ പേടിച്ച് നരകത്തെ പേടിച്ച് ഒരു കണ്ണുനീര് തുള്ളി പൊഴിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നില്ലേ? പാപം നിങ്ങൾ തൗബ ചെയ്ത് പൊറുപ്പിക്കാമായിരുന്നോ? എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നില്ലേ? ദുനിയാവിൽ വെച്ച് നിങ്ങൾ കരഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അങ്ങനെ മാലിക് പറയും, സബാനിയാക്കളായ മലക്കോളോട് ഇവരെ നരകത്തിലേക്ക് തട്ടിയിട്ടോളൂ, ഉമ്മത്ത് മുഹമ്മദ് ജഹന്നമികളായ ആളുകളെ നരകത്തിലേക്ക് തട്ടിയിട്ടോളൂ. സബാനിയാക്കളായ മലക്കോള് അവരെ ഒന്നിച്ചതാ നരകത്തിലേക്ക് ഇങ്ങനെ 40,000 എന്ന് പറഞ്ഞതുപോലെ നരകത്തിലേക്ക് അവരങ്ങനെ തട്ടുന്നു. ആ തട്ടുന്ന സമയത്ത് അവർ വിളിച്ചു പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ജീവിതത്തിൽ എത്രയോ ദിക്ർ ചൊല്ലിയവരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുന്നവരാ. പാപികളായ ഈ സമുദായം നമ്മള് അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചു പറയും. അപ്പോ മുത്തുനബി പറയാൻ, നരകം പിന്മാറും. നരകത്തിലേക്ക് സബാനിയാക്കളായ മലക്കൾ വലിച്ചെറിഞ്ഞാലും ഇവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൂട്ടത്തോടുകൂടെ ചൊല്ലുമ്പോ നരകം അവരിൽ നിന്ന് പിന്മാറും. അപ്പൊ മാലിക് പറയും, എന്തേ നരകമേ നീ പിന്മാറുന്നത്? അപ്പൊ നരകം പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരെ ഞാൻ എങ്ങനെയാ ശിക്ഷിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരെ ഞാൻ എങ്ങനെയാ ശിക്ഷിക്കുക? അപ്പൊ മാലിക് പറയാം, അള്ളാന്റെ കൽപ്പനയാ നീ ശിക്ഷിച്ചോ, അള്ളാന്റെ കൽപ്പനയാണ് നീ ശിക്ഷിച്ചോ. അപ്പോഴാണ് നരകം സ്വീകരിക്കുക. എന്നിട്ട് അവരെ ശിക്ഷിക്കും, അവരെ നരകത്തിയിലിട്ട് കത്തിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അപ്പോൾ മാലിക് പറയും, നരകമേ ലാ തുഹ്രിഖി വുജൂഹും, നീ അവരുടെ മുഖം കത്തിക്കരുത് കേട്ടോ. ഇത് മുത്തുനബിയുടെ ഉമ്മത്താണ്, ഇത് റസൂലുള്ളാഹിന്റെ സമുദായമാണ്, അവരുടെ മുഖം കത്തിക്കരുത്. ലാ തുഹ്രിഖി വുജൂഹും, കാരണം ഫതാലമാ സജദു ലിർറഹ്മാനി ഫിദ് ദുനിയാ, ദുനിയാവിൽ അല്ലാഹുവിന്റെ മുന്നിൽ കുറെ സുജൂദ് ചെയ്ത മുഖമാണത്, അള്ളാന്റെ മുന്നിൽ സുജൂദിൽ കൊണ്ടുപോയി വെച്ച മുഖമാണത്. അതുകൊണ്ട് ഉമ്മത്ത് മുഹമ്മദിന്റെ മുഖം കത്തിക്കരുത് ജഹന്നമേ. വലാ തുഹ്രിഖി ഖുലൂബഹും, അവരുടെ ഹൃദയങ്ങളെയും കത്തിക്കണ്ട, അവരുടെ ഉള്ളുകളെ കൽബുകളെ കത്തിക്കണ്ട. ഫതാലമു അത്തശു ഫീ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിൽ ദാഹം സഹിച്ചവരാണ്, റമളാൻ മാസത്തിൽ വിശപ്പും ദാഹവും സഹിച്ചവരാണ്. അതുകൊണ്ട് അവരുടെ കൽബും അവരുടെ മുഖവും ഒഴികെ ബാക്കിയൊക്കെ നീ കത്തിച്ചോ, ശിക്ഷിച്ചോ. മുഖം കത്തിക്കണ്ട, കൽബ് കത്തിക്കണ്ട എന്ന് പറയും മാലിക് ജഹന്നമിനോട്. ജഹന്നമ കത്തിക്കോയില്ല. അവരങ്ങനെ വിളിച്ചു പറയും, യാ റഹ്മർ റഹീമീൻ, യാ ഹന്നാൻ, യാ മന്നാൻ, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, അതൊക്കെ അവരങ്ങനെ വിളിച്ചു പറയും, യാ റഹ്മർ റഹീമീൻ, യാ റഹ്മർ റഹീമീൻ. പക്ഷേ നരകത്തിലിട്ട് ശിക്ഷിക്കും. ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ
സിറ്റയുടെ കാലാവധി കഴിഞ്ഞാൽ അള്ള ജിബ്രീലിനെ പറഞ്ഞയക്കും, ജിബ്രീലെ പോയി നോക്കി എന്താണ് അവസ്ഥ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ സിറ്റയുടെ കാലാവധി കഴിഞ്ഞ് എന്താണ് അവസ്ഥ. ജിബ്രീൽ വന്ന് നോക്കും, ജിബ്രീൽ വരും. ജിബ്രീലിനെ കാണുമ്പോ അവർക്ക് വലിയ സന്തോഷമാണ്. കാരണം ജിബ്രീലിനെ കണ്ടിട്ട്, അല്ലെങ്കിൽ നല്ല ഒരു മലക്കനെ കണ്ടിട്ട്, കാണാൻ ഭംഗിയുള്ള ഒരു മലക്കനെ കണ്ടിട്ടില്ലല്ലോ അവര്. സബാനിയാക്കളായ മലക്കുകളെ, മാലിക്കിനെ ഒക്കെയാ കാണുന്നത്. ഇതാ ജിബ്രീലിനെ കാണുമ്പോ വല്ലാത്ത സന്തോഷമായി. ജിബ്രീൽ ചോദിക്കും, എന്തൊക്കെയാണ് അവസ്ഥ? ഞങ്ങൾ ഇതാ സിറ്റ അനുഭവിക്കുന്നു, ഞങ്ങൾ ഉമ്മത്ത് മുഹമ്മദാണ്. അവര് പറയും, നിങ്ങൾ മുഹമ്മദ് നബിയോടൊന്ന് ചെന്ന് പറയുമോ? നിങ്ങൾ ജിബ്രീലല്ലേ, റസൂലുള്ളാഹിനെ കാണുന്നയാളല്ലേ, ഞങ്ങളുടെ നേതാവിനോട് മുത്ത് നബിയോടൊന്ന് ചെന്ന് പറയുമോ? റസൂലുള്ളാഹിനോട് ചെന്ന് പറയുമോ? ഞങ്ങൾ ഒരുപാട് ആളുകൾ നരകത്തിലിട്ട് ശിക്ഷ അനുഭവിക്കുന്നുണ്ടെന്ന്. ജിബ്രീൽ ആ കാഴ്ച കണ്ട് റബ്ബിലേക്ക് തിരിച്ചു ചെല്ലും. അള്ളാഹു ചോദിക്കും, എന്താ ജിബ്രീലെ കണ്ടത്, എന്താ അവര് പറഞ്ഞത്? അള്ളാഹുവേ, അവരുടെ നേതാവായ മുത്തു നബിയോട് വിവരം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ജിബ്രീലെ എന്നാൽ ചെന്ന് പറഞ്ഞോളൂ. റബ്ബ് സമ്മതം കൊടുക്കും. റസൂലുള്ളാഹിനോട് ചെന്ന് പറയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അറിയുമ്പോ, ആ ശിക്ഷ അനുഭവിക്കുന്ന മുഅ്മിനീങ്ങളെ കുറിച്ച് അറിയുമ്പോ അള്ളാഹിനോട് ഷഫാഅത്ത്, മുത്തുനബിയുടെ ഷഫാഅത്തുകളിൽ ഏറ്റവും അവസാനത്തെ ഷഫാഅത്ത്, ആ ഷഫാഅത്തിന് സമ്മതം കിട്ടുമ്പോ റസൂലുള്ളാഹിന്റെ ഷഫാഅത്ത് സ്വീകരിച്ചുകൊണ്ട് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ജഹന്നമികളായ ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് സ്വർഗത്തിലേക്കുള്ള കവാടത്തിന്റെ മുന്നായി, അതിന്റെ മുന്നോടിയായി മാഉൽ ഹയാത്ത്, മാഉൽ ഹയവാൻ എന്ന് പേരുള്ള മാഉൽ ഹയാത്തിൽ മുക്കിയിട്ട് അവരെ സുന്ദരന്മാരാക്കി സ്വർഗത്തിലേക്ക് തയ്യാറെടുപ്പ് നടത്തിയിട്ട് സുഖലോക സ്വർഗത്തിലേക്ക് ശിക്ഷ കഴിഞ്ഞ് പ്രവേശിപ്പിക്കുമെന്ന് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നരകം കിട്ടാതെ, നരകത്തിന്റെ ശിക്ഷ എന്താണെന്നറിയാതെ, ഇങ്ങനത്തെ ഒരു ഗതികേടൊന്നുമില്ലാതെ സുഖലോക സ്വർഗത്തിലേക്ക് പോകാൻ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ വളരെ ചുരുക്കുകയാണ്. ഒരുപാട് പറയാനുണ്ട്. നരകത്തിലേക്ക് പോകുന്ന ഓരോ വിഭാഗത്തിന്റെ നേതാക്കളെ റസൂലുള്ളാഹി പരിചയപ്പെടുത്തി ഒരു ഹദീസിൽ. നരകത്തിലേക്ക് ഓരോ ഗ്രൂപ്പുകൾ പോകും. ഇബ്ലീസിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് പോകും, ഫിർഔന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് പോകും. നഊദു ബില്ലാഹ്. എവിടെയാണ് ഫിർഔൻ എന്ന് വിളിച്ചു ചോദിക്കപ്പെടും മഹ്ശറയിൽ. ഫിർഔനെ മലക്കുകൾ ഹാജരാക്കും. ആരാ ഫിർഔനെ പോലെയുള്ള ആളുകൾ എവിടെ? ഐനൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ. അഹങ്കാരികൾ എവിടെ? ഫിർഔനാണ് നിങ്ങളുടെ നേതാവ്. ഫിർഔന്റെ കൂടെ നരകത്തിലേക്ക്. ഖാബീൽ എവിടെ? ഹാസിദീങ്ങൾ, അസൂയാലുക്കള്, അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരും. ആ ഖാബീലിന്റെ കൂടെ നരകത്തിലേക്ക് പോകാൻ പറയും. കഅബ് ഇബ്നു അഷ്റഫ് എവിടെ? ആരാ കഅബ് ഇബ്നു അഷ്റഫ്? കഅബ് ഇബ്നുൽ അഷ്റഫ് റഅസുൽ യഹൂദ്. യഹൂദികളായ ആളുകളുടെ നേതാവാണ്. യഹൂദി നേതാവാണ് കഅബ് ഇബ്നുൽ അഷ്റഫ്. റസൂലുള്ളാഹി ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ലൗ ആമന ലആമന ജമീഉൽ യഹൂദ്. അവനെങ്ങാനും മുഅ്മിനായിരുന്നുവെങ്കിൽ യഹൂദികൾ മുഴുവനും മുഅ്മിനീങ്ങളായിരുന്നു. ആ ഒറ്റ പഹയൻ കഅബ് ഇബ്നുൽ അഷ്റഫ് അവനെങ്ങാനും മുഅ്മിനായിരുന്നുവെങ്കിൽ യഹൂദികൾ മുഴുവനും മുഅ്മിനീങ്ങളായിരുന്നു. അവൻ പഴച്ചപ്പോ യഹൂദികൾ മുഴുവനും പഴച്ചു. അവൻ നന്നായിരുന്നുവെങ്കിൽ സകല യഹൂദികളും അവനെ വിശ്വസിച്ച് അവനെ സ്വീകരിച്ച് മുഅ്മിനീങ്ങളാകുമായിരുന്നു. അങ്ങനെയാണല്ലോ പലപ്പോഴും. പഴപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മറ്റുള്ളവരെ പഴപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. നമ്മളോ പഴച്ചിട്ട് പല വിശ്വാസങ്ങളിൽ പല പ്രസ്ഥാനങ്ങളിൽ മറ്റുള്ളവരെ കൂടി പഴപ്പിച്ചിട്ട്, അങ്ങനെയാണല്ലോ. ആ നേതാവ് നന്നായാൽ അനുയായികൾ മുഴുവനും നന്നാവും. അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചു. അങ്ങനെ കഅബ് ഇബ്നുൽ അഷ്റഫിന്റെ കൂടെ യഹൂദികളായ ആളുകൾ മാത്രമല്ല, ഐനല്ലദീന കതമുൽ ഇൽമ വൽ ഹഖ് മനസ്സിലാക്കിയിട്ട്, ദീനുൽ ഇസ്ലാമിന്റെ ഹഖ് മനസ്സിലാക്കിയിട്ട്, സത്യം ബോധ്യപ്പെട്ടിട്ട് അതിനെ മറച്ചു വെച്ച ആളുകളെയൊക്കെ വിളിക്കും. എന്നിട്ട് കഅബ് ഇബ്നുൽ അഷ്റഫിന്റെ കൂടെ അബൂജഹലിനെ വിളിക്കും. അബൂജഹലിന്റെ തമ്മാടിയെ, മുശ്രിക്കുകളുടെ നേതാവിനെ വിളിക്കും. എന്നിട്ട് അനുയായികളെ കൂടെ അബൂജഹലിന്റെ കൂടെ വലീദ് ഇബ്നു മുഗീറയെ വിളിക്കും. വലീദ് ഇബ്നുൽ മുഗീറയുടെ നേതൃത്വത്തിലാണ് പാവങ്ങളെ പരിഹസിച്ച ആളുകൾ. ഐനൽ മുസ്തഹ്സിഊന ബി ഫുഖറാഇൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളിലെ പാവങ്ങൾ ഉണ്ടാവും, സാധുക്കള്, പൈസല്ല,
സ്വാധീനമല്ല, സ്ഥാനമല്ല. മിസ്കിന്മാര്, പാവങ്ങള്, അവരെ ഒന്നും പരിഹസിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അങ്ങനെ പരിഹസിച്ച ആളുകളെയൊക്കെ വലീദ് ഇബ്നുൽ മുഗീറയുടെ കൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകും. ഇമ്രുൽ ഖൈസിനെ വിളിക്കും. എവിടെയാ ഇമ്രുൽ ഖൈസ്? പാട്ടുകാരികളെ, പാട്ടുകാരന്മാരെ, ഹറാമായ പാട്ട് കച്ചേരികൾ നടത്തിയ ആളുകളെ, അതിനൊത്താശ ചെയ്തു കൊടുത്തവരെ ഇമ്രുൽ ഖൈസിന്റെ കൂടെ നരകത്തിലേക്ക് തള്ളും. മുസൈലിമത്തുൽ കദ്ദാബിനെ വിളിക്കും. മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളപ്രവാചകൻ. ആ കദ്ദാബീങ്ങളെ, കള്ളന്മാരെ, ആ ആളുകളെ വിളിക്കും. ഓരോരുത്തരെ വിളിക്കും. ഇബ്ലീസിനെ വിളിക്കുമ്പോ ഇബ്ലീസ് വിളിക്കുകയാണ്. അതാണ് ഒരു വ്യത്യാസം റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഓരോ നേതാവിനെ വിളിക്കും. എന്നിട്ട് ഇന്ന ആളുകൾ എവിടെ? നേതാവിന്റെ കൂടെ പോയിക്കോ എന്ന് പറയും. ഇബ്ലീസിനെ വിളിക്കുമ്പോ ഇബ്ലീസിന്റെ അനുയായികൾ എവിടെ എന്നല്ല വിളിക്കുന്നത്. ഇബ്ലീസിനെ വിളിച്ചാൽ ഇബ്ലീസ് പറയും, എവിടെ എന്റെ അനുയായികൾ എവിടെ എന്ന് ഇബ്ലീസ് സ്വയം പറയും. മനസ്സിലായില്ല? മറ്റുള്ള നേതാക്കളെ വിളിക്കുമ്പോ അവരാദ്യം വിളിക്കും. അവരെ കൊണ്ടുവന്നാൽ അവരുടെ അനുയായികൾ എവിടെ? അവരെ വിളിക്കും. എന്നിട്ട് ഒന്നിച്ച് നരകത്തിലേക്ക് പോകാൻ പറയും. ഇബ്ലീസിനെ വിളിക്കുമ്പോൾ ഇബ്ലീസ് നിങ്ങൾ, ഞാൻ ഒറ്റക്കോ, ഒന്ന് തിരിഞ്ഞു നോക്കി, എന്റെ ആളുകൾ എവിടെ? കൂടെ വന്നോളൂ. എന്റെ ആളുകൾ എവിടെ? ഇത് ഫൈലി ജുന്തി, എന്റെ അനുയായികൾ, എന്റെ സൈന്യം എവിടെ? എന്റെ കൂടെ കൂടിയ ആളുകൾ എവിടെ എന്ന് പറഞ്ഞ് ഇബ്ലീസ് സ്വയം വിളിച്ചു വരുത്തി അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇബ്ലീസിന്റെ ഒരു വയലുണ്ട് നരകത്തിൽ. റസൂലുള്ളാഹി ഇബ്ലീസിന്റെ ഒരു പ്രഭാഷണം, ഇബ്ലീസിന്റെ ഒരു പ്രസംഗം ഉണ്ടാകും നരകത്തിൽ. ഇബ്ലീസിന് അതിനുവേണ്ടി സ്റ്റേജ് ഒരുക്കും. നരകത്തിൽ സ്റ്റേജ് ഒരുക്കും ഇബ്ലീസിന് പ്രസംഗിക്കാൻ. അവിടെ മിമ്പർ ഒരുക്കും, ഇരിപ്പിടം ഒരുക്കും. നരകത്തിലെ മിമ്പർ, നരകത്തിലെ ശിക്ഷയുടെ മിമ്പർ ഒരുക്കും, സ്റ്റേജ് ഒരുക്കും. സ്റ്റേജിന്റെ മുകളിൽ മിമ്പർ ഒരുക്കും. എന്നിട്ട് ഇബ്ലീസിനെ കൂട്ടിക്കൊണ്ടുവരും. ഇബ്ലീസിന്റെ തലയിൽ പ്രത്യേകമായ നരകത്തിലെ തൊപ്പി വെച്ചു കൊടുക്കും. എന്നിട്ട് ഇബ്ലീസിനെ അതിൽ കയറ്റിയിരുത്തി എന്നിട്ട് പറയും, ഇബ്ലീസെ പ്രസംഗിച്ചോളൂ എന്ന് പറയും. ഇബ്ലീസ് പ്രസംഗിക്കും. യാ അഹ്ലന്നാർ, നരകക്കാരെ. യാ മഅ്ശറൽ കുഫാർ, കുഫാരിങ്ങളെ. യാ മഅ്ശറൽ മുനാഫിഖൂൻ, മുനാഫിഖീങ്ങളെ. എല്ലാവരെയും അഭിസംബോധന ചെയ്യും. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മാരെ, വാപ്പാരെ, കാരണവന്മാരെ, ഓരോരുത്തരെ വിളിക്കുമല്ലോ. എന്നതുപോലെ ഓരോ വിഭാഗം. നരകക്കാരെ, കാഫിരീങ്ങളെ, ആരും വിട്ടുപോകണ്ട, എല്ലാരും വിളിച്ചിട്ട് പ്രസംഗം തുടങ്ങും. നഊദു ബില്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. ഖുർആനിൽ ആയത്തോതും, ഇന്നല്ലാഹ വഅദക്കും, അല്ലാഹ് നിങ്ങളോട് മുമ്പ് പറഞ്ഞതല്ലേ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ നരകം കിട്ടുന്നു. അല്ലാഹ് നിങ്ങളോട് ഖുർആനിൽ പറഞ്ഞതല്ലേ. പിന്നെ ബിഅന്നക്കും തമൂതുന, നിങ്ങൾ മരിച്ചു പോകുമെന്ന് അല്ലാഹ് ഖുർആൻ പറഞ്ഞിട്ടില്ലേ. സുമ്മ തുഹ്ശറൂന, പിന്നെ മഹ്ശർ ഉണ്ടാകുമെന്ന് അല്ലാഹ് ഖുർആൻ പറഞ്ഞിട്ടില്ലേ. സുമ്മ തുഹാസബൂന, പിന്നെ ഹിസാബ് ഉണ്ടാവും. സുമ്മ തുഫ്റഖൂന ഫരീഖൈൻ, പിന്നെ രണ്ട് ഗ്രൂപ്പുകളായി നിങ്ങൾ മാറും. ഫരീഖും ഫിൽ ജന്ന, അടുത്ത ആയത്തോതും. ആയത്തോതി വഅലാണ്, ഇടക്കിടക്ക് ആയത്തോതി വഅല്. അടുത്ത ആയത്തോതും ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗ്ഗത്തിലേക്ക്, ഒരു വിഭാഗം നരകത്തിലേക്ക്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞില്ല, ആയത്തല്ലേ അതൊക്കെ നിങ്ങൾ മറന്നുപോയോ? പിന്നെ എന്നെ കുറിച്ച്, എന്റെ അധികാരത്തെ കുറിച്ച് അല്ലാഹ് ഖുർആൻ പറഞ്ഞിട്ടില്ലേ. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു, വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരമില്ല, എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരമില്ല എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ആയത്തിനെ വ്യാഖ്യാനിക്കും. ആയത്തിനെ വ്യാഖ്യാനിച്ച് വയൽ തുടരും. ഇല്ലാ അന്നി ഉവസ്വിസു ലക്കും, നിങ്ങളെ വസ്വാസാക്കും, അത് മാത്രമേ ആയിരുന്നുള്ളൂ. എനിക്കൊരു അധികാരം ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ മേൽ. നിങ്ങളുടെ മേൽ ഞാനൊരു അധികാരിയായിട്ട് നിങ്ങളെ നിർബന്ധിച്ച് ഞാൻ നരകത്തിലേക്ക് കൊണ്ടുവന്നതല്ല. എന്തുണ്ടായിരുന്നുള്ളൂ? എനിക്ക് നിങ്ങളുടെ മേൽ ഒരു പവർ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് വസ്വാസാക്ക, നിങ്ങളെങ്ങനെ സ്വയിപ്പാക്ക. ആരെങ്ങളോട് കൊടുങ്ങാൻ പറഞ്ഞു? ഫസ്തജബത്തും ലീ, ഞാൻ നിങ്ങളെ വസ്വാസാക്കിയപ്പോ നിങ്ങൾ എന്റെ വിളിക്ക് ഉത്തരം ചെയ്തു. എന്നിട്ട് വത്തബഅതുമൂനി, നിങ്ങൾ എന്നെ പിൻപറ്റി. നിങ്ങളാണ് കുറ്റക്കാര്. നിങ്ങൾക്ക് തിരിഞ്ഞു പോകാമായിരുന്നില്ലേ? ഞാൻ വിളിച്ചപ്പോ നിങ്ങൾക്ക് തിരിഞ്ഞു പോകാമായിരുന്നില്ലേ? ഞങ്ങളെ വിശ്വാസാക്കിയ കാര്യം ശരിയാ, അതിനുള്ള അധികാരം എനിക്ക് റബ്ബ് തന്നതാ. പക്ഷെ നിങ്ങൾ എന്തിനാ എന്റെ കൂടെ കൂടിയത്? നിങ്ങളാണ് കുറ്റക്കാര്. ഫൽ ജുർമു അലൈക്കും, നിങ്ങളാണ് കുറ്റക്കാര്. എന്നിട്ട് അടുത്ത ആയത്തോതും ഫലാ തലൂമൂനി വലൂമു അൻഫുസക്കും, നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട, നിങ്ങളെ തന്നെ ആക്ഷേപിച്ചോളൂ. എന്നിട്ട് അവസാനം പറയും, സംഗതിയൊക്കെ എങ്ങനെ ആയി, ഏതായാലും ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ നരകത്തിലെത്തി. വയൽ അവസാനിപ്പിക്കാണ്. മാ അഖ്ദറു അലയ്യ അൻ ഉൻജീക്കും, പ്രിയപ്പെട്ട നരകാവകാശികളെ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ മിൻ അദാബില്ലാ, അള്ളാന്റെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയില്ല. എനിക്കതിന് മാത്രം കഴിവൊന്നുമില്ല. വലാ അൻതും തഖ്ദിറൂന അലാ അൻ തൻജൂനി, എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കും കഴിയൂല.
നരകത്തിൽ നമ്മൾ പെട്ടുപോയി, എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്കും കഴിയില്ല എന്ന് പറഞ്ഞ് ഇബ്ലീസ് അങ്ങനെ പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയത്ത് സബാനിയാക്കളായ മലക്കൾ വന്നിട്ട് നരകത്തിൽ ഒരു വലിയ ഒരു കുന്തം കൊണ്ടുവന്നിട്ട് ആ കുന്തം കൊണ്ട് മിമ്പറിൽ ഇരുന്ന് പ്രസംഗിക്കുന്ന ഇബ്ലീസിനെ പുറകിൽ നിന്നൊരൊറ്റ കുത്താണ്. ആ കുത്തിയിട്ട് നരകത്തിന്റെ ആ അടിത്തട്ടിലേക്ക് അങ്ങോട്ട് കുത്തി താഴ്ത്തും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. എന്നിട്ട് ഇബ്ലീസിന്റെ അനുയായികളെ ഇബ്ലീസിനോടൊപ്പം നരകത്തിലേക്ക് താഴ്ത്തും. എന്നിട്ട് സബാനിയാക്കളായ മലക്കുകൾ പറയും ലാ മൗത ലക്കും വലാ റാഹ. അതൊരു വല്ലാത്തൊരു വാക്കാണ്. ലാ മൗത ലക്കും വലാ റാഹ. ഈ നരകത്തിന്റെ ശിക്ഷയുടെ ഈ ജഹന്നമിൽ നിങ്ങൾക്കൊരു റാഹത്തില്ല എന്നാണ്. റാഹത്തിന്റെ കാര്യം ആദ്യമല്ല പറഞ്ഞത്. ലാ മൗത ലക്കും, നിങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയാണത്. ലാ മൗത ലക്കും, നിങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല. മരിച്ചിട്ട് റാഹത്ത് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. വലാ റാഹത്ത, ഒരു റാഹത്ത് നിങ്ങൾക്ക് കിട്ടൂല. ഖാലിദീന ഫീഹാ, കാലാകാലം ഈ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസിന്റെ അനുയായികളെയും നരകത്തിലേക്ക് സബാനിയാക്കളായ മലക്കുകൾ തള്ളും എന്ന് സയ്യിദുനാ ത്വഹാ റസൂലുള്ളാഹി. ഒരു 3 തവണ നീ നരകമിൽ നിന്ന ഭയവും തേടുന്നു എങ്കിൽ പറയും അപ്പോൾ നരകവും ഒഴിവാക്ക് എന്നിൽ നിന്നിലാഹി അവനെയും എന്നുള്ളതും കാണാം ഹദീസിൽ തന്നെയും. അള്ളാഹു നരകത്തിൽ നമ്മെ രക്ഷപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി ഹദീസിൽ പറഞ്ഞതാണ് എന്ത്? 3 തവണ ഒരാൾ നരകത്തിൽ നിന്ന് കാവൽ തേടിയാൽ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഫഖാലത്തിന്നാർ, നരകം പറയും അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ എന്നിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തണേ. നമ്മൾ നരകത്തെ പഠിച്ച് റബ്ബിനോട് ദുആർന്നാൽ നരകം പറയും അല്ലാഹുവേ എന്നിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തണേ എന്ന്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം 7 തവണ അല്ലാഹുമ്മ അജിർനി മിനന്നാർ. പ്രത്യേകിച്ച് സുബൈക്ക് ശേഷവും മഗ്രിബിന് ശേഷവും നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 തവണ. മറ്റൊന്ന് 40 ദിനം നീ നിസ്കരിച്ചു ജമാഅത്തായി, തക്ബീറത്തുൽ ഊല അതിൽ എത്തിച്ചതായി, എന്നാൽ ബറാഅത്ത ജഹന്നമിൽ നിന്നത് എന്നുള്ളതാ നബി തങ്ങളിൽ നിന്നുള്ളത്. 40 ദിവസം ഒരാൾ ജമാഅത്തായി നിസ്കരിക്കുക, ഒന്നാമത്തെ തക്ബീർ തന്നെ കിട്ടണം. അങ്ങനെ അതാ നിബന്ധന. ഇമാമിന്റെ കൂടെ ആദ്യത്തെ റക്അത്ത് ആദ്യത്തെ തക്ബീർ, ഇമാമ തക്ബീർ കെട്ടി അല്ലാഹു അക്ബർ, അപ്പൊ തന്നെ ഇമാമിന്റെ കൂടെ ആ തക്ബീർ കെട്ടിയിട്ട് 40 ദിവസം 5 വഖത്ത് ജമാഅത്ത് ഒറ്റ ഒന്നും മുടങ്ങാതെ തുടർച്ചയായി നിസ്കരിച്ചാൽ അത് നരകത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള വഴിയാണ് എന്ന് സയ്യിദുനാ ത്വഹാ റസൂലുള്ളാഹി. ഒന്ന് പറഞ്ഞു നരകത്തിൽ നിന്ന് അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് ദ്വാരക്ക 3 തവണ അല്ലെങ്കിൽ 7 തവണ. പ്രത്യേകിച്ച് മഗ്രിബിന് ശേഷവും അല്ലേ, മഗ്രിബ് കഴിഞ്ഞ ഉടൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 വട്ടം. പിന്നെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 വട്ടം നമ്മൾ പതിവുള്ളവരാ. അത് പതിവാക്കുക. ജഹന്നമിൽ നിന്നുള്ള രക്ഷയാണ്, നരകത്തിന്റെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഒക്കെയുള്ള രക്ഷയാണത്. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് 40 ദിവസം ഒറ്റ വാക്കത്തോ മുടങ്ങാതെ ഒന്നാമത്തെ തക്ബീർ ഇമാമിന്റെ കൂടെ കിട്ടിയിട്ട് 40 ദിവസം തുടർച്ചയായി ജമാഅത്തായി നിസ്കരിക്കുക. എപ്പോഴും വേണം. പക്ഷെ ഈ ഒരു ആഗ്രഹത്തോടുകൂടെ ജഹന്നം എന്ന് രക്ഷപ്പെടാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ ഇതാ കൂലി. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യുക. രണ്ടാമത്തതൊന്ന്. മൂന്നാമത്തത് ളുഹറിന് മുമ്പ് നമസ്കരിച്ചൊരു 4, അതുപോലെ ളുഹറിന് ശേഷവും എന്നാല് അവനും ബറാഅത്തുണ്ട് നരകമിൽ നിന്ന് എന്നും ഹദീസിൽ വ്യക്തമായി പറയുന്നു. ളുഹറിന് മുമ്പ് 4 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കുക, അതേപോലെ ളുഹറിന് ശേഷവും 4. അങ്ങനെയാണ് അല്ലേ? സാധാരണ റവാത്തിബ് നമ്മൾ നിസ്കരിക്കും, 2 നിസ്കരിക്കും. പൂർണ്ണമായ രൂപം എങ്ങനെയാ? ളുഹറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുക, ളുഹർ നിസ്കാരം കഴിഞ്ഞാലും 4 റക്അത്ത് നിസ്കരിക്കുക. ആ 4 റക്അത്ത് പതിവാക്കിയാൽ അത് വല്ലാത്ത ഒരു സമയമാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് ഇന്നഹാ തുഅദ്ദു മിൻ സ്വലാത്തിൽ ലൈൽ. ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് എന്ന് പറഞ്ഞാൽ അത് തഹജ്ജുദ് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ വല്ലാതെ ഇഷ്ടപ്പെട്ട റവാത്തിബ് നിസ്കാരങ്ങളിൽ മുത്തനബി വല്ലാത്ത ഇഷ്ടപ്പെട്ട നിസ്കാരങ്ങളാണ് ളുഹറിന് മുമ്പുള്ള 4, ശേഷമുള്ള 4. മുമ്പും 4 ശേഷവും 4 പതിവാക്കിയാൽ അത് ജഹന്നമിൽ നിന്നുള്ള രക്ഷക്കുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. മൂന്നാമത്തെ വഴി 4 അസറിന് മുമ്പായി 4 നിസ്കരിക്കേണ്ടതാ, നരകം ഹറാമാക്കുന്നതിൽ എണ്ണുന്നതാ.
അസറിന് മുമ്പ് 4 റക്അത്ത്, അങ്ങനെ സുന്നത്താ. അസറിന് മുമ്പുള്ള റവാത്തിബ് എത്രയാ അതിന്റെ പൂർണ്ണമായ രൂപം? 4 റക്അത്ത്. അത് 4 റക്അത്ത് നിസ്കരിച്ചാൽ നരകം ഹറാമാക്കുന്നതിൽ എണ്ണുന്നതാണ്. പിന്നെ 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 മുടങ്ങാതെ 1 കൊല്ലം ളുഹാ നിസ്കാരം പതിവാക്കി വന്നവനുണ്ടിതേ സൽക്കാരം. മുടങ്ങാതെ 1 കൊല്ലം ളുഹാ നിസ്കാരല്ലേ, രാവിലെ നിസ്കരിക്കുന്ന നിസ്കാരം, ളുഹാ നിസ്കാരം 1 കൊല്ലം മുടങ്ങാതെ പതിവാക്കി. 1 കൊല്ലം എപ്പോഴും വേണം. പക്ഷെ ആ 1 കൊല്ലം പൂർത്തിയായി കിട്ടിയാൽ, നമ്മൾ ളുഹാ നിസ്കാരം തുടങ്ങി മുടങ്ങാതെ 1 കൊല്ലം കണ്ട് പൂർത്തിയായാൽ പതിവാക്കി വന്നവനുണ്ടിതേ സൽക്കാരം. അവനും കിട്ടുന്ന കൂലി എന്താ? ജഹന്നമിൽ നിന്നുള്ള രക്ഷയാണ്, നരകം ഹറാമാകുന്നതാണ്. പിന്നെ പിന്നെ റുക്കോയിൽ ഓതി വരുന്ന തസ്ബീഹ് എണ്ണവും 3 ഓതി വന്നാൽ അവനുമുണ്ടി ഭാഗ്യവും. റുക്കോയിൽ ഓതി വരുന്ന തസ്ബീഹ് എണ്ണവും 3 ഓതി വന്നാൽ അവനുമുണ്ടി ഭാഗ്യവും. റുക്കോയിൽ ഓതുന്ന തസ്ബീഹ് ഏതാ? സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. പറയട്ടെ, സമയം വൈകിയോ? ഇല്ല. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാലൽ അബ്ദു ഫീ റുകൂഇഹി, റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ്, ഒരാള് പറഞ്ഞു റുകൂഇല് സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി അഅതഖല്ലാഹു സുലുസ ജസദി മിനന്നാർ. ഒരാൾ റുകൂഇല് 1 തവണ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ചൊല്ലിയാല് നരകത്തിൽ നിന്ന് അവന്റെ ശരീരത്തിന്റെ 1/3 ഭാഗത്തെ അള്ളാഹു എന്താക്കും? അഅതഖല്ലാഹു, അള്ളാഹു ഒഴിവാക്കും, എത്തക്ക് ചൊല്ലി ഒഴിവാക്കും, മോചിപ്പിക്കും. സുലുസ ജസദിഹി, ശരീരത്തിന്റെ 1/3 ഭാഗത്തെ എവിടുന്ന്? മിനന്നാരി, നരകത്തിൽ നിന്ന്. അപ്പോൾ വൈദാ ഖാല സലാസ മറാത്തിൻ, റസൂലുള്ളാഹി പറയാ 3 തവണ അവൻ ചൊല്ലിയാലോ അഅതഖല്ലാഹു ജസദഹു കുല്ലഹു മിനന്നാർ, അവന്റെ ശരീരത്തെ മുഴുവനായി അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റുക്കൂ ചെയ്യുമ്പോഴൊക്കെ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന ആ തസ്ബീഹ് എല്ലാ റുക്കോയിലും മുടങ്ങാതെ ചൊല്ലുന്നവരാവുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ പിന്നെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി സുജൂദിൽ ചൊല്ലിയാലോ? അതിനേക്കാൾ വലിയ നേട്ടല്ലേ? നോക്കണേ, മഹാന്മാര് ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള തസ്ബീഹാണ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നത്. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? എങ്ങനെ റുക്കോയിൽ ചൊല്ലുന്ന തസ്ബീഹല്ലേ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്നതിനേക്കാൾ ശ്രേഷ്ഠത ഉള്ള തസ്ബീഹാണ് ഏത്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അതെവിടെ ചൊല്ലുന്നതാണ്? സുജൂദിൽ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് അതിന് ശ്രേഷ്ഠത ഉണ്ടായത്? മഹാന്മാര് പറഞ്ഞു, അത് സുജൂദിൽ ചൊല്ലുന്ന തസ്ബീഹ് ആയതുകൊണ്ട് തന്നെ. റുക്കോയിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത് ഏതാണ്? സുജൂദാണ്. സുജൂദിൽ ചൊല്ലുന്ന തസ്ബീഹിനാണ് റുക്കോയിൽ ചൊല്ലുന്ന തസ്ബീഹിനേക്കാൾ സ്ഥാനം. റുക്കോയിൽ ചൊല്ലുന്ന തസ്ബീഹിന് തന്നെയുള്ള കൂലി എന്താണ്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. അപ്പോൾ സുജൂദിൽ ചൊല്ലുന്ന തസ്ബീഹിന് അതിനേക്കാൾ വലിയ കൂലി ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് സുജൂദിലുള്ള തസ്ബീഹിനുള്ള കൂലി? അത് സ്വർഗത്തിൽ ഉന്നതമായ ദറജകൾ കൂടലാണ്. ഇതിനുള്ള കൂലി എന്താ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ സ്വർഗത്തിൽ കടക്കും. പക്ഷെ സ്വർഗത്തിൽ ദറജ കൂടലാണ്. സുഖലോക സ്വർഗത്തിന്റെ ദറജ ഉയർന്നു പോകലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു 3 ഹജ്ജ് ഒരു വ്യക്തി ചെയ്താൽ പിന്നെ അവനും ഹറാമെന്നാണ് നരകം പൊന്നേ. ഒരു വ്യക്തി 3 ഹജ്ജ് ചെയ്താൽ ആ 3 ഹജ്ജും കബൂലാക്കിയാൽ ഒന്നേ നിർബന്ധമുള്ളൂ, ഒരു ഹജ്ജേ നിർബന്ധമുള്ളൂ. ഒരാൾ ജീവിതത്തിൽ 3 തവണ ഹജ്ജ് ചെയ്തു, ആ 3 ഹജ്ജ് അല്ലാഹു കബൂലാക്കി. എന്നാലും നരകത്തിൽ നിന്ന് ഉള്ള രക്ഷ, നരകം ഹറാമാണ് എന്ന് അവന് ഉറപ്പിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ നരകത്തിന് രക്ഷപ്പെടാനുള്ള വഴികൾ പഠിപ്പിച്ചു. തഴവ പറഞ്ഞ ആ പാട്ടിലെ കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒരുപാട് കാര്യങ്ങൾ നരകത്തിന് രക്ഷപ്പെടാനുള്ള വഴികൾ അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ ഇബാദത്തുകളിലായി, നമ്മുടെ നിസ്കാരങ്ങളിലായി, നമ്മുടെ ദിക്റുകളിലായി, നമ്മുടെ ഖുർആൻ പാരായണത്തിലായി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതാ ഈ പുണ്യമായ റമദാനിൽ എല്ലാ രാത്രികളിലും ഇന്ന ലില്ലാഹി, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലേ, അല്ലാഹുമ്മ ഇന്ന ലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമദാൻ ഉതഖാ വതുലഖാ വഖുലസാ വഉമനാ മിനന്നാർ. അല്ലാഹുവേ, എത്രയോ ആളുകളെ കയ്യും കണക്കുമില്ലാതെ റമദാനിന്റെ രാത്രി അല്ലാഹു പ്രത്യേകമായി ഓശാരമായി ഈ ഒരു ഡിമാൻഡ് ഒന്നുമില്ലാതെ
ഒരു ഡിമാൻഡും ഇല്ലാതെ അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകൾ അള്ളാഹ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, മോചിപ്പിക്കും. അള്ളാഹു ആ കൂട്ടത്തിലൊക്കെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, കുടുംബങ്ങളെ ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നരകത്തിന്റെ കഠിനമായ ചൂടിൽ നിന്നും അതിനേക്കാൾ കഠിനമായ തണുപ്പിൽ നിന്നും സംഹരീരിൽ നിന്നും അള്ളാഹു നമ്മെ ഒക്കെ രക്ഷപ്പെടുത്തട്ടെ. ഇൻഷാ അള്ളാഹ് മുഅ്മിനീങ്ങളെ വളരെ ഇഖ്ലാസോടുകൂടെ നമ്മൾ ദുആ ചെയ്യുക. ഇതൊക്കെ നമ്മൾ അറിയണ്ടേ, നമ്മൾ പേടിക്കണ്ടേ, നമ്മൾ മനസ്സിലാക്കണ്ടേ. നരകത്തെക്കുറിച്ച് നമ്മൾ പേടിച്ച് കരഞ്ഞാൽ, നരകത്തെക്കുറിച്ച് നമ്മൾ പേടിച്ചു കരഞ്ഞാൽ, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് നരകത്തെ പേടിച്ച് കരയുക എന്നത്. നരകത്തെ പേടിച്ച് കരയുക എന്നത്, നരകത്തെ പേടിച്ച് കരയുക എന്നത് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെയും കാര്യങ്ങൾ പലതും പറയാനുണ്ട്. നമ്മുടെ ആത്മീയമായ ഉയർച്ചക്ക്, നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ, നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് താല്പര്യം വർദ്ധിക്കാൻ, അള്ളാഹുവിനെ അടുക്കാൻ ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങൾ ഇതൊന്നും കേട്ട് ബേജാറാവണ്ട, ഇതൊന്നും കേട്ട് പേടിക്കണ്ട, ബേജാറാവണ്ട. നമുക്കെന്തിനാ ബേജാറ്, നമുക്കെന്തിനാ ഭയം? അൽഹംദുലില്ലാ, ഇന്ന് പറഞ്ഞ വിഷയത്തിൽ പേടിക്കാൻ ഉള്ളവർ ആരാണ്? പേടിക്കേണ്ടവർ ആര് മാത്രാണ്? തൗബ ചെയ്യാത്തവർ മാത്രാണ്. തൗബ ചെയ്യാത്തവരുടെ നരകപ്രവേശനത്തെ കുറിച്ചാണ് ഈ പറഞ്ഞതൊക്കെ. ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. ജൂതരും നസാറയും മുശ്രിക്കും അബൂജഹലും ഫിറഔനൊക്കെ നരകത്തിലേക്ക് അവർ പോകട്ടെ. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം ചിന്തിക്കാം. നമ്മൾ പോവോ? നമ്മൾ പോകും. ആര് പോകും? തൗബ ചെയ്യാത്തവർ പോകും. തൗബ ചെയ്ത ഈ റമദാനിൽ തൗബക്ക് അവസരം കിട്ടി തൗബ ചെയ്ത് നല്ല നിലക്ക് ജീവിക്കുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും പേടിക്കാനില്ല, ഒന്നും ഭയപ്പെടാനില്ല. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചൊല്ലുന്ന ഇസ്തിഗ്ഫാറുകളൊക്കെ അള്ളാഹു തൗബയായി കബൂലാക്കട്ടെ. പാപമോചനത്തിനുള്ള ഏറ്റവും വലിയ വഴിയായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പതിവ് പ്രകാരം 70 ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ്